Hello all, welcome to free class series of Junior Lab Assistant Examination. നമ്മൾ ഇന്ന് മൊഡ്യൂൾ 3 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, which is of 15 marks. അതിൽ ഫസ്റ്റ് വരുന്നതാണ് clinical pathology. First topic is urine analysis or urinalysis. So urinalysis is the examination of urine to assess kidney function, urinary tract disorders, metabolic diseases and systemic illnesses. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ urinalysis ചെയ്യുന്നത്. What are the types of examination? Physical examination എന്തൊക്കെ ഉണ്ടായിരിക്കാം? The parameter and normal finding. Color ആണെങ്കിൽ which is pale yellow to amber color. Appearance clear. Odor is aromatic. And parameter and the normal finding in which volume, which is to 800 to 2000 ml per day. And specific gravity 1.003 to 1.030. And pH value is 4.5 to 8. Average 6. ഈ ഒരു നോർമൽ വാല്യൂസ് ഒക്കെ നോക്കി വയ്ക്കുക യൂറിനാലിസിന്റെ. നെക്സ്റ്റ് ഇസ് അബൌട്ട് കെമിക്കൽ എക്സാമിനേഷൻ. ഓക്കെ, എന്തൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അതിന്റെ നോർമൽ റിസൾട്ട്. സോ പ്രോട്ടീൻ നെഗറ്റീവ്, ഗ്ലൂക്കോസ് നെഗറ്റീവ് ആയിരിക്കണം, കീറ്റോൺ ബോഡീസ് നെഗറ്റീവ് ആയിരിക്കണം, ബ്ലഡ് ഉണ്ടാവാൻ പാടില്ല, ബിലിറൂബിൻ നെഗറ്റീവ് ആകണം, ദെൻ യൂറോബിലിനോജൻ ട്രേസ് ആൻഡ് നൈട്രേറ്റ് നെഗറ്റീവ്, ല്യൂക്കോസൈറ്റ് എസ്റ്ററേസ് വിച്ച് ഇസ് നെഗറ്റീവ്. നെക്സ്റ്റ് അപ്പോൾ അത് കെമിക്കൽ റിയാക്ഷൻ ആണ്, കെമിക്കൽ എക്സാമിനേഷൻ ആണ്. ദെൻ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ വരുന്നത് എക്സാമിൻ യൂറിൻ സെഡിമെന്റ് ഫോർ RBCs ഉണ്ടോ, അതിൽ പസ് സെൽസ് ഉണ്ടോ, ഇപ്പോൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഒക്കെ ഫോളോ ചെയ്യാനായിട്ട്. ദെൻ എപ്പിത്തീലിയൽ സെൽസ് ഉണ്ടോ, കാസ്റ്റ്, ക്രിസ്റ്റൽസ്, ബാക്ടീരിയ, ഇതൊക്കെ പ്രസന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു യൂറിനാലിസിസ്. എന്താ ഗ്രോത്ത് ഓഫ് ഈസ്റ്റ്, പാരസൈറ്റ്സ്. നെക്സ്റ്റ്, വാട്ട് ആർ ദ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഫൈൻഡിങ് ഓർ ലൈക്ക് ചെക്കിംഗ് ദിസ് യൂറിനാലിസിസ്? First for UTI or urinary tract infection. UTI എന്ന് ചിലപ്പോൾ ചോദിക്കാം. Then diabetes mellitus, അപ്പം യൂറിനിൽ ഗ്ലൂക്കോസ് ലെവൽ ഉണ്ടോ നോക്കാൻ. And for ketones. And for other kidney diseases, liver diseases, renal calculi or kidney stones. Calculi അല്ലെങ്കിൽ കാൽക്കുലസ് എന്നൊക്കെ പറയുന്ന സ്റ്റോണിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്കാനിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കാൽക്കുലസ് എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും, അതിനകത്തും സ്റ്റോൺസ് എന്നാണ് കിഡ്നിയിൽ. നെക്സ്റ്റ്, സ്പ്യൂട്ടം അനാലിസിസ്. So what is sputum? Like കഫം or mucus. Thus, mucus and secretions cuffed up from the lower respiratory tract. So, എന്തിനാണ് കഫം ടെസ്റ്റ് ചെയ്യുന്നത്? ഓക്കെ, അതിന്റെ നോർമൽ ഫൈൻഡിങ്സ് നോക്കാം. കളർ എങ്ങനെയാണ്? കളർലെസ് ഓർ വൈറ്റ് ആണ് നോർമലി. കൺസിസ്റ്റൻസി ഇസ് മ്യൂക്കോയിഡ്. ഓർഡർ ഉണ്ടോ? സോഡർലെസ്. ദെൻ അബ്നോർമൽ കളേഴ്സ് വരാൻ റീസൺ എന്താണെന്ന് നോക്കാം. നമ്മുടെ കഫത്തിന് മഞ്ഞ കളർ അല്ലെങ്കിൽ പച്ച കളർന്ന ഒരു കളർ ആണെങ്കിൽ which indicates bacterial infection, and which if it is rust colored, pneumonia, and blood stained ആണെങ്കിൽ which will be tuberculosis or lung cancer, and pink frothy ആണെങ്കിൽ it is pulmonary edema. Microscopic examination നമുക്ക് എന്തൊക്കെ കാണാം? പസ് സെൽസ് ഉണ്ടോ, RBCs ഉണ്ടോ, എപ്പിത്തീലിയൽ സെൽസ്, ബാക്ടീരിയ, ഫംഗൈ, പാരസൈറ്റ്സ്, ആൻഡ് ആസിഡ് ഫാസ്റ്റ് ബാസിലൈ or AFB. നെക്സ്റ്റ് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ സ്റ്റെയിൻസ് ആഡ് ചെയ്യും. അതിന് സ്പെഷ്യൽ ഇതുകളെ കണ്ടുപിടിക്കാനുള്ള സ്പെഷ്യൽ സ്റ്റെയിൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്രാം സ്റ്റെയിൻ ഇസ് ഫോർ ബാക്ടീരിയ. Then Ziehl-Neelsen stain for tuberculosis or acid fast bacilli. KOH means potassium hydroxide, so that for fungi detection. So here are the clinical significance of testing sputum. Tuberculosis and other, pneumonia, bronchitis, lung abscess, and for other fungal infections. Next one is stool analysis. Stool എന്തിനാണ് അനാലിസിസ് ചെയ്യുന്നത്? Is performed to diagnose intestinal infections, parasitic infestations, gastrointestinal bleeding, and malabsorption disorders. ഇതൊക്കെ ചെക്ക് ചെയ്യാനാണ് നമ്മൾ സ്റ്റൂൾ അനാലിസിസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫിസിക്കൽ എക്സാമിനേഷൻ. കളർ എന്താണ്? നോർമൽ ബ്രൗൺ ആണ്. കൺസിസ്റ്റൻസി is soft form, and orders characteristics and characteristic. Next, chemical examination. Buccal bed, pH level, reducing substances, and fat. Okay, then microscopic examination എന്തൊക്കെ അറിയാം? ഓവ, സിസ്റ്റ് ഉണ്ടോ, ട്രോഫോസോയിഡ്സ്, ഫോംസ് ഓഫ് പ്രോട്ടോസോം പാരസൈറ്റ്സ്, ആൻഡ് RBCs, പസ് സെൽസ്, yeast, undigested food particles. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കുന്നത്. സോ എന്തൊക്കെ രോഗങ്ങൾ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? അമീബിയാസിസ്. ഓക്കെ, then next is giardiasis. Giardiasis is an intestinal infection caused by the protozoan parasite ആയ Giardia duodenalis. Giardia duodenalis എന്ന പാരസൈറ്റ്. ഇറ്റ്സ് എ പ്രോട്ടോസോവൻ പാരസൈറ്റ്. അതുണ്ടോന്ന് ടെസ്റ്റ് ചെയ്യാനാണ്. അല്ലെങ്കിൽ ഇതിനെ G. lamblia എന്നും അല്ലെങ്കിൽ G. intestinalis എന്നും പറയും. ഇതിന് പറയുന്ന വേറെ പേരുകളാണ്, ചിലപ്പോൾ അത് ചോദിക്കാം. Giardia duodenalis, G. lamblia, G. intestinalis. Next,
Helminthic infections വരുന്നുണ്ട്. എന്താണ് helminthic infections? That are infections caused by parasitic worms or helminths എന്ന് പറഞ്ഞ worms സ്പ്രെഡ് ചെയ്യുന്നതാണ്. ജസ്റ്റ് ഇമേജ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കും അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. നെക്സ്റ്റ് ഡിസെൻട്രി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ, ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിനൽ ബ്ലീഡിംഗ് ഉണ്ടോ, അതുപോലെ മാലബ്സോർപ്ഷൻ സിൻഡ്രോം. മാലബ്സോർപ്ഷൻ സിൻഡ്രോം എന്ന് പറയുന്നത് നമ്മുടെ കുടലിലൂടെ ഫുഡ് പാസ് ചെയ്യുമ്പോഴാണ് അതിൽ നിന്ന് വേണ്ട മിനറൽസും വിറ്റമിൻസ് ഒക്കെ വലിച്ചെടുക്കുന്നത്. അപ്പൊ ചെറുകുടലിൽ എത്തുമ്പോൾ ആ ഒരു അവസ്ഥ നഷ്ടപ്പെടുകയാണ്, ഒരു കണ്ടീഷൻ ടു അബ്സോർബ് ദ ന്യൂട്രിയൻസ് മിനറൽസ് ഫ്രം ദ ഫുഡ് യു ഈറ്റ്. അതിനാണ് മാൽ അബ്സോർപ്ഷൻ സിൻഡ്രോം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് semen analysis that evaluates the male fertility by examining semen quality. So collection is like collected after 2 to 7 days of sexual abstinence. Abstinence means avoidance. That sample collected by masturbation in a sterile container and it is examined within 1 hour. So physical examination where the normal values, volume should be 1.5 to 6 ml, color is grayish white, liquefaction time is 20 to 30 minutes, pH is 7 to 8. Then microscopic examination sperm concentration which is greater than or equal to 15 million per milliliter. Then progressive motility greater than or equal to 32%, total motility greater than or equal to 40%, normal morphology is greater than or equal to 4%, and WBC is very few. നെക്സ്റ്റ് എന്തിനാണ് ഇത് ഡയഗ്നോസ് ചെയ്യുന്നത്, ടെസ്റ്റ് ചെയ്ത് എന്തിനൊക്കെ ഡയഗ്നോസ് ചെയ്യാം, മെയിൽ ഇൻഫെർട്ടിലിറ്റി ചെക്ക് ചെയ്യാനും, അസൂസ്പെർമിയ അല്ലെങ്കിൽ നോ സ്പെർം ആർ ഫൗണ്ട് ഇൻ ദ സെമൻ എന്നാണ് അതിന്റെ അർത്ഥം. അസൂസ്പെർമിയ പഠിച്ചു വെക്കുക ടേംസ്. ഒലിഗോ എന്ന് പറഞ്ഞാൽ എന്താ, ഒലിഗോസ്പെർമിയ, sperm concentration in semen is lower than the normal reference range. ഓക്കെ, ഇവിടെ സെമനിൽ സ്പെർമേ ഇല്ലാത്തതാണ് അസൂസ്പെർമിയ. പിന്നെ sperm concentration ലോവർ ആണെങ്കിൽ ഒലിഗോസ്പെർമിയ എന്ന് പറയാം. Then എസ്തനോസൂസ്പെർമിയ എന്ന് പറഞ്ഞാൽ ഹാവ് റെഡ്യൂസ്ഡ് മോട്ടിലിറ്റി മൂവ്മെന്റ് ഇല്ലാത്തതിനാണ് എസ്തനോസൂസ്പെർമിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടെറാട്ടോസൂസ്പെർമിയ, എ ലാർജ് പ്രൊപ്പോർഷൻ ഓഫ് സ്പെർം ഹാവ് അബ്നോർമൽ മോർഫോളജി. ഇനി മോർഫോളജിയിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ അതിന് എന്ത് പറയാം, ടെറാട്ടോസൂസ്പെർമിയ. ഓക്കെ, വിത്ത് ഷേപ്പ് ആൻഡ് സ്ട്രക്ചർ. നെക്സ്റ്റ് ഇസ് cerebrospinal fluid അല്ലെങ്കിൽ CSF analysis. So CSF is a clear colorless fluid surrounding the brain and the spinal cord that is collected by lumbar puncture. എങ്ങനെയാണ് CSF ഇഞ്ചെക്ട് ചെയ്ത് എടുക്കുന്നത് ടെസ്റ്റ് ചെയ്യാനായിട്ട്? ഓക്കെ, ലംബാർ റീജിയൻ എന്നാണ്, ഓക്കെ, ഇതിൽ നിന്നാണ് എടുക്കുന്നത്. സോ നോർമൽ CSF ക്യാരക്ടറിസ്റ്റിക് നോക്കാം. കളർ എന്താണ്, ക്ലിയർ ആൻഡ് കളർലെസ് ആണ്. പ്രഷർ വിൽ ബി 70 to 180 mmHg. Then protein 15 to 45 mg, glucose 45 to 80, cell 0 to 5 lymphocytes. Then physical examination will be checking color, clarity and its pressure. Then chemical examination for protein, glucosinate, chloride and lactate when indicated. Microscopic examination in the RBC count, WBC count, differential count, bacteria, fungi, parasites. Then in microbiological examination you will be using Gram stain and Zeal-Nielsen stain, India ink preparation for Cryptococcus checking. Then culture and sensitivity. What are the significance of checking CSF? Cerebrospinal fluid check ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, എന്ത് കണ്ടുപിടിക്കാനാണ്? മെനിഞ്ചൈറ്റിസ് കണ്ടുപിടിക്കാൻ. ഈ ഒരു ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞാൽ that's an inflammation of the meninges, the protective membrane surrounding the brain and the spinal cord. ബ്രെയിനെ സ്പൈനൽ കോഡിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു മെംബ്രെയിൻ ആണ് ഇത് മെനിഞ്ചസ്. അതിന് ഇൻഫ്ലമേഷൻ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത്. രോഗത്തിന്റെ പേരെന്താണ്, മെനിഞ്ചൈറ്റിസ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് എൻസെഫാലൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് ദ ബ്രെയിൻ ടിഷ്യൂ അല്ലെങ്കിൽ ബ്രെയിൻ പാരൻകൈമ. ഓക്കെ, എല്ലാത്തിൻ്റെ അറ്റത്ത് എന്തുണ്ട്, ടിസ് ഉണ്ട്. മെനിഞ്ചൈറ്റിസ്, എൻസെഫാലൈറ്റിസ്, ഓക്കെ, ഒക്കെ ഇൻഫ്ലമേഷൻ എന്ന് പഠിക്കാം, ടിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് സുബറാക്നോയിഡ് ഹെമറേജ്. ഇറ്റ്സ് എ ബ്ലീഡിങ്. ഹെമറേജ് എന്ന് പറഞ്ഞാൽ ബ്ലീഡിംഗ് എന്നാണ് അർത്ഥം. സുബറാക്നോയിഡ് ബ്ലീഡിംഗ് എന്താ, ബ്ലീഡിംഗ് ഇൻ ടു ദ സുബറാക്നോയിഡ് സ്പേസ്, ദ ഏരിയ ബിറ്റ്വീൻ ദ അറക്നോയിഡ് സ്പേസ് ആൻഡ് പിയ മാറ്റർ സറൗണ്ടിങ് ദ ബ്രെയിൻ. ഞാൻ ഇമേജ് കാണിച്ചു തരാം, എന്നിട്ട് ഈ സ്ഥലങ്ങളൊക്കെ എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യുക. സോ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ് എവിടെയാണ് ഒരു സ്പേസ് എന്നുള്ളത്. കണ്ടോ, ഈ ഒരു ഭാഗമാണ് ബ്രെയിനിൽ സുബറാക്കനോയിഡ് ഹെമറേജ് എന്ന് പറഞ്ഞാൽ. അവിടെ ഈ ഒരു പോയിന്റിൽ ബ്ലീഡിങ് വരുന്നതിനാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഇത് വരുന്നത് ഡ്യൂറ മാറ്റർ, പിന്നെ ദിസ് ഇസ് ദി അറക്കനോയിഡ് മാറ്റർ, പിന്നെ ഇതാണ് പിയ മാറ്റർ. ഓക്കെ, ഏകദേശം ഒരു സ്ഥലം ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി, അവിടെ ബ്ലീഡിങ് വരുന്നതാണ്. അപ്പൊ ആ ഒരു സ്ഥലത്തിന്റെ പേരൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം. നെക്സ്റ്റ്, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ഉണ്ടോ എന്ന് ഡയഗ്നോസ് ചെയ്യാനും, പിന്നെ CNS ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനും. CNS എന്താ, സെൻട്രൽ നെർവസ് സിസ്റ്റം, അവിടെ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന്. ആൻഡ് ഇൻഫെക്ഷൻസ് ഇൻവോൾവിംഗ് ദ ബ്രെയിൻ, സ്പൈനൽ കോഡ് ഓർ അതർ സറൗണ്ടിങ് മെംബ്രെയിൻ.
ഇതൊക്കെ നമുക്ക് എന്തിലൂടെ കിട്ടും? ഈ ഒരു CSF ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് ഇസ് ജസ്റ്റ് എ കമ്പാരിസൺ ടേബിൾ. യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് ആണ്. കൺസിഡർ ഇറ്റ് ആസ് എ റിവിഷൻ. ഓക്കെ, യൂറിൻ എന്തൊക്കെ മെയിൻ പർപ്പസ്, എന്തിനാണ് ഈ സ്പെസിമെൻസ് ഒക്കെ എടുത്ത് നമ്മൾ നോക്കുന്നതിന്റെ റീസൺ. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ദിസ് ആർ സം വൺ വേർഡ്സ്. ഇപ്പം ക്വസ്റ്റ്യൻ വായിച്ച് നിങ്ങൾക്ക് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക ജസ്റ്റ്. ഓക്കെ, വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾക്ക് പോയിന്റ്സ് ഒക്കെ ഒന്ന് വായിക്കാവുന്നതാണ്. സോ പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അടുത്തൊരു പോയിന്റ് നോക്കുക. ഒരുപാട് അങ്ങനെ ലോഡ് ആക്കരുത്. എന്തെങ്കിലും ഒരു ഫണ്ണി രീതിയിൽ ഒരു ഇക്വേഷൻ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കണ്ടുപിടിക്കുക. സോ ഇറ്റ് വിൽ ബി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. Okay, if more points needed, you can just research about it. So don't stick to this syllabus. Sorry, this notes. I have already given you syllabus. Yeah. Next is type of sample, collection of sample, physical, chemical, microscopic examination techniques and their importance. ഇനി ഏതൊക്കെ സാമ്പിൾസ് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് എടുക്കുന്നതെന്ന് പഠിച്ചു. ഇനി ഇത് എങ്ങനെ കളക്ട് ചെയ്യുന്നു, അത് ഫിസിക്കൽ, കെമിക്കൽ, മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം എങ്ങനെ ചെയ്യുന്നത്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് പഠിക്കാം. ഫസ്റ്റ് എന്താണ്? യൂറിൻ അനാലിസിസ് ആണ്, അല്ലെങ്കിൽ യൂറിനാലിസിസ്. ഓക്കെ, for the types of urine samples, like random urine sample എടുക്കാം, collected at any time. Then early morning, അത് എടുക്കേണ്ടതുണ്ട്. early morning first avoided urine which will be most concentrated, preferred for routine examination. ഇപ്പൊ pregnancy test ഒക്കെ ചെയ്യുമ്പോൾ ഫസ്റ്റ് മോർണിംഗ് ഫസ്റ്റ് യൂറിൻ എടുക്കണം എന്നൊക്കെ പറയും. Then midstream clean catch urine or MSU, that's preferred for urine culture. യൂറിൻ കൾച്ചർ ചെയ്യാൻ midstream clean or MSU ആണ് എടുക്കുന്നത്. Then അടുത്ത എങ്ങനെയാണ് എടുക്കുന്നത്? 24-hour യൂറിൻ സാമ്പിൾ ഉണ്ട്. ദാറ്റ് ഇസ് യൂസ്ഡ് ഫോർ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ലൈക്ക് പ്രോട്ടീൻ, ക്രിയാറ്റിൻ, ഹോർമോൺസ് ഒക്കെ ചെക്ക് ചെയ്യാം. നെക്സ്റ്റ് ഇസ് catheter specimen were collected using a sterile catheter. Then suprapubic aspiration, were a sterile sample collected directly from the bladder, mainly in infants or special cases. Then collection of sample, use a clean, dry, sterile container and collect the midstream portion of the urine after cleaning the external genitalia. അപ്പം എക്സ്ട്രാ അതിൽ വേറെ കണ്ടാമിനേഷൻസ് ഒന്നും ഉണ്ടാവില്ല, മാത്രമല്ല നമുക്ക് ആക്യുറേറ്റ് ആയ റിസൾട്ട് കിട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യും. Then examine within 2 hours of refrigerate at 2 to 8 degrees Celsius 50 light. ആൻഡ് ഫിസിക്കൽ എക്സാമിനേഷൻ നമ്മൾ എന്തൊക്കെ ചെയ്യാറുണ്ട്? കളർ, അപ്പിയറൻസ്, ഓർഡർ, വോളിയം, സ്പെസിഫിക് ഗ്രാവിറ്റി ആൻഡ് pH. ഇത്രയും കാര്യങ്ങളാണ് ടെസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞു വരുന്നു. നെക്സ്റ്റ് കെമിക്കൽ എക്സാമിനേഷനിൽ എന്തൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? പ്രോട്ടീൻ ഉണ്ടോ? ഐ തിങ്ക് കല്ലിനൊക്കെ, സ്റ്റോണിനൊക്കെ ഈ ഒരു ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഗ്ലൂക്കോസ് ഫോർ ഡയബറ്റിസ്, അഗെയിൻ കീറ്റോൺസ് ഡയബറ്റിസ്, bilirubin, liver function, I guess, blood, nitrate, leukocyte esterase, urobilinogen, pH. Again, microscopic examination after centrifugation ആണ് നമ്മൾ ഇത്രയും ടെസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇനി അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? ഡയഗ്നോസിസ് ഓഫ് UTI, കിഡ്നി ഡിസീസസ്, sputum analysis, early morning sputum is collected. Spot sputum എടുക്കാറുണ്ട്. Induced sputum, bronchial washing or bronchoalveolar lavage. Then how the collection is sample is collected. Collect early morning deep cup sputum എടുക്കാറുണ്ട്. Use a sterile wide mouthed container and avoid saliva contamination. Next physical examination നമ്മൾ ഓൾറെഡി പറഞ്ഞു, കൺസിസ്റ്റൻസി, ഓർഡർ കാര്യങ്ങളാണ്. pH ചെക്ക് ചെയ്യാറുണ്ട്. Then microscopic examination using stains for cytology, malignant cells ഉണ്ടോ, then yeah, gram stain, JNS, Neesland, that are observed for pus cells ഉണ്ടോ, RBCs ഉണ്ടോ, അതിൽ ബാക്ടീരിയ ഉണ്ടോ, ഫംഗസ് ഉണ്ടോ, പാരസൈറ്റ്സ് ഉണ്ടോ, ഇത്രയും കാര്യങ്ങളാണ് നോക്കുന്നത്. Then again diagnosis, എന്തൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്? ട്യൂബർകുലോസിസ് ഉണ്ടോ, ന്യൂമോണിയ, ബ്രോങ്കൈറ്റിസ്, ലങ് ആപ്സിസ് ആൻഡ് ടു ചെക്ക് ഫോർ ലങ് ക്യാൻസർ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നെക്സ്റ്റ് സ്റ്റൂൾ അനാലിസിസ്. സ്റ്റൂൾ അനാലിസിസിൽ ഫ്രഷ് സ്റ്റൂൾ അല്ലെങ്കിൽ പ്രിസർവ്ഡ് സ്റ്റൂൾ എടുക്കാറുണ്ട്, അല്ലെങ്കിൽ റെക്ടൽ സ്വാബ് യൂസ് ചെയ്യാറുണ്ട്. വെൻ സ്റ്റൂൾ കനോട്ട് ബി ഒബ്റ്റെയിൻ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ. സോ എങ്ങനെ കളക്ട് ചെയ്യാം? കളക്ട് ഫ്രഷ് സ്റ്റൂളിനെ ക്ലീൻ, ഡ്രൈ, വൈഡ് മൗത്ത് കണ്ടെയ്നർ, അവോയ്ഡ് കണ്ടാമിനേഷൻ വിത്ത് യൂറിൻ ഓർ വാട്ടർ, സെൻഡ് ഇമ്മീഡിയറ്റ്ലി ടു ദ ലബോറട്ടറി. നെക്സ്റ്റ് കെമിക്കൽ എക്സാമിനേഷൻ, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ എന്തൊക്കെ, എന്തിനൊക്കെ ഇമ്പോർട്ടൻസ് എന്താ, എഗെയിൻ ഒന്നുകൂടി വായിച്ചു നോക്കാം എന്തൊക്കെ കണ്ടുപിടിക്കാനാണെന്നുള്ളത്. നെക്സ്റ്റ് സെമൻ അനാലിസിസ്. ഫ്രഷ് സെമൻ സാമ്പിൾ എടുക്കാം, കളക്ട് ആഫ്റ്റർ 2 to 7 days of sexual abstinence. You can just go through it. So chemical examination, pH നോക്കും, then fructose when indicated. So physical examination ഏതൊക്കെ? വോളിയം, കളർ, വിസ്കോസിറ്റി, ലിക്വിഫാക്ഷൻ ടൈം, pH, ഇത്രയും കാര്യങ്ങളാണ്. Then sperm count, motility, morphology, WBC, RBC, agglutination ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്യും. മെയിൽ ഇൻഫെർട്ടിലിറ്റി, അസൂസ്പെർമിയ, സ്പെം ഇല്ലാത്തത്, ഒലിഗോസ്പെർമിയ ഫോർ റേഞ്ച് കുറവുള്ളത്, then എസ്തെനോസൂസ്പെർമിയ, ടെറാട്ടോസൂസ്പെർമിയ, ഇത്രയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് വായിക്കാം.
Next is cerebrospinal fluid analysis, like types of samples. It is collected from lumbar puncture. ഞാനൊരു ഇമേജ് കാണിച്ചിരുന്നു, അവിടെ നിന്നാണ് ആ ഒരു കളക്ഷൻ സാമ്പിൾ കളക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിനെ സ്റ്റെറൈൽ ട്യൂബ്സിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ ഇസ് ഫോർ കെമിസ്ട്രി ആൻഡ് ഇമ്മ്യൂണോളജി, സെക്കൻഡ് ഫോർ മൈക്രോബയോളജി, തേർഡ് ഫോർ സെൽ കൗണ്ട് ആൻഡ് മൈക്രോസ്കോപ്പി. So this is the type of sample collection, and collect aseptically by lumbar puncture and send immediately to the laboratory. Do not refrigerate if bacterial meningitis is suspected. Send physical examination നമ്മൾ പറഞ്ഞിരുന്നു, chemical examination എന്തൊക്കെ just ബാക്കി നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. So I'm not repeating it, and stains purpose. So എന്തിനു വേണ്ടിയിട്ടാണ്? മെനിഞ്ചൈറ്റിസ് ഉണ്ടോ, എൻസെഫാലൈറ്റിസ് ഉണ്ടോ, സുബ്രാക്കനോയിഡ് ഹെമറേജ് ഉണ്ടോ, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ഉണ്ടോ, സീനസ് ഇൻഫെക്ഷൻ ഉണ്ടോ, ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. So this is just a comparison table. You can just go through. Urine എന്തിനു വേണ്ടിയിട്ടാണ്? Types of sample, physical, chemical, microscopic, and അതിന്റെ ഇമ്പോർട്ടൻസ് ആയിട്ടാണ് ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം, വീഡിയോ പോസ് ചെയ്തിട്ട്. ഇവിടെ ഇൻഫെർട്ടിലിറ്റി ആണ്, ഡിസോർഡേഴ്സ്. നെക്സ്റ്റ് ഓക്കെ, സ്പ്യൂട്ടം, സ്റ്റൂൾ, സെമൻ. വീഡിയോ പോസ് ചെയ്തൊന്ന് വായിക്കാം. ഓക്കെ, next CSF. Then here are the one words questions. You can just do it. ഓരോ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമുക്ക് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. Okay, next is biochemistry, consisting of blood glucose estimation. So here are the types of samples: FBS, PPBS, RBS. Then blood sugar test endana. Blood glucose tests are used to diagnose and monitor diabetes mellitus. ഇതാണ് ഒരു കണ്ടീഷൻ. ഡയബറ്റിസ് അല്ലെങ്കിൽ ഷുഗർ ഉണ്ടെന്ന് പറയുന്നത് എന്താണ്? ഡയബറ്റിസ് മെല്ലിറ്റസ് എന്നുള്ളൊരു കണ്ടീഷനാണ്. 3 commonly used blood sugar samples are fasting blood sugar, അതാണ് FBS. എന്താണ് PPBS? Post prandial blood sugar. RBS is random blood sugar. So post prandial എന്ന് പറഞ്ഞാൽ എന്താ? ഫാസ്റ്റിങ്ങിന്റെ ഓപ്പോസിറ്റ് ആണ്. ഭക്ഷണം കഴിച്ചിട്ടുള്ള നോക്കുന്ന ഒരു ബ്ലഡ് ഷുഗർ ആണ് പോസ്റ്റ് പ്രാൻഡിയൽ എന്ന് പറയുന്നത്. ഓക്കെ, then FBS, which is fasting blood sugar, food കഴിക്കാതെ നോക്കുന്നതാണ്. So measurement of blood glucose after 8 to 12 hours of fasting. The patient should not eat or drink anything except water during the fasting period. വെള്ളം മാത്രം കുടിക്കാം, വേറെ ഒന്നും കഴിക്കരുത്, സോളിഡ് ആയിട്ടോ ലിക്വിഡ് ആയിട്ടോ. Then sample collection എങ്ങനെയാണ്? Collect venous blood after 8 to 12 hours of overnight fasting. Water is allowed. Then usually collected in the morning. ഫാസ്റ്റിംഗ് നമുക്ക് അപ്പോൾ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഉറക്കം കഴിഞ്ഞൊരു 8 to 12 hours ഒക്കെ കഴിഞ്ഞ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. നോർമൽ വാല്യൂ എത്രയാണ് ഷുഗറിന്റെ? 70 to 99. Then FB ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ആണെങ്കിൽ അത് 70 to 99 വരെയാണ്. പിന്നെ പ്രീ ഡയബറ്റിസ് കണ്ടീഷൻ അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് ആണെങ്കിൽ 100 to 125 സോൺസ് ഉണ്ട്. ദെൻ ഡയബറ്റിസ് മെല്ലിറ്റസ് ഉള്ള ഒരാൾക്ക് എങ്ങനെയായിരിക്കാം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 126 ആണെങ്കിൽ നമുക്കൊരു ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റിസ് മെല്ലിറ്റസ് എന്നുള്ളൊരു കണ്ടീഷൻ ആണ്. ഇപ്പൊ ചിലപ്പോ നല്ല മധുരമുള്ളതൊക്കെ കുടിച്ചു പോയാൽ നമുക്കൊരു ഡേ കൊണ്ടല്ല, പല റുട്ടീൻ എക്സാമിനേഷനിലാണ് നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. നെക്സ്റ്റ് ക്ലിനിക്കൽ ഇമ്പോർട്ടൻസ് എന്തിനാണ്? ഡയഗ്നോസ് ഓഫ് ഡയബറ്റിസ് മെല്ലിറ്റസ്, ഓഫ് കോഴ്സ് അല്ലേ, ഷുഗർ നോക്കുന്നത്. ദെൻ സ്ക്രീനിങ് ഓഫ് പ്രീ ഡയബറ്റിസ്, ചെറിയ കുട്ടികൾക്ക് വരെ വരുന്നുണ്ട് ഇപ്പം. ആൻഡ് ഫോർ മോണിറ്ററിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് കൺട്രോൾ. നെക്സ്റ്റ് ഇസ് പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ, ഫുഡ് കഴിച്ചതിന് ശേഷം അല്ലേ, 2 hours ആഫ്റ്റർ ദ സ്റ്റാർട്ട് ഓഫ് എ മീൽ. സോ സെയിം മെത്തേഡിൽ തന്നെയാണ് കളക്ട് ചെയ്യുന്നത്. ദെൻ yeah, these are the normal levels of postprandial blood sugar level. So less than or equal to 140. Then pre-diabetes ആണെങ്കിൽ 140 to 199 വരെ കാണിക്കാം. Greater than or equal to 200 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഡയബറ്റിസ് മെല്ലിറ്റസ് ആണെന്ന് പറയാം. Then same ഗ്ലൂക്കോസ് കൺട്രോൾ കണ്ടുപിടിക്കാൻ, മോണിറ്റേഴ്സ് എഫക്റ്റീവ്നെസ് ഓഫ് ട്രീറ്റ്മെന്റ്. അടുത്താണ് റാൻഡം ബ്ലഡ് ഷുഗർ. റാൻഡം ബ്ലഡ് ഷുഗർ ഈസ് ദ മെഷർമെന്റ് ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് അറ്റ് എനി ടൈം ഓഫ് ദ ഡേ റിഗാർഡ്ലെസ് ഓഫ് ദ ലാസ്റ്റ് മീൽ. ഫുഡ് കഴിച്ചോ, ഫാസ്റ്റിംഗ് ഉണ്ടോ, അങ്ങനെയൊന്നും ഇല്ല. അതൊരു റാൻഡം ആയിട്ട് ഏതൊരു ടൈമിൽ വേണമെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ് ഒരു RBS അല്ലെങ്കിൽ റാൻഡം ബ്ലഡ് ഷുഗർ ലെവൽ എന്ന് പറയുന്നത്. At any time ഇതാക്കാം. നോട്ട് ഫാസ്റ്റിംഗ് യൂഷ്വലി 70 to 140 in healthy individuals. Then greater than or equal to 200 ആണെങ്കിൽ ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടായിരിക്കും, എക്സസീവ് തേഴ്സ്റ്റ്, ഷുഗറിലുള്ളവർക്ക് ഫ്രീക്വന്റ് യൂറിനേഷൻ, ഇടയ്ക്കിടയ്ക്ക് യൂറിനേറ്റ് ചെയ്യാൻ തോന്നും, പിന്നെ പെട്ടെന്നുള്ളൊരു വെയിറ്റ് ലോസ്. ഇതൊക്കെ എന്തിനാണ്? ഡയബറ്റീസിനെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ദെൻ വാട്ട് ആർ ദ ക്ലിനിക്കൽ ഇമ്പോർട്ടൻസ്? എമർജൻസി അസസ്മെന്റ് ചെയ്യാറുണ്ട്. ഷുഗർ കുറഞ്ഞിട്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, പലർക്കും അൺകോൺഷ്യസ് ആയിട്ട് ഇതാവുക, ചിലരിങ്ങനെ ബ്ലാബർ ചെയ്തുകൊണ്ടിരിക്കും, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വരാം. ആൻഡ് സ്ക്രീനിങ് ഇൻ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, മോണിറ്ററിംഗ് ഡയബറ്റീസ് പേഷ്യന്റ്. സോ അവർ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ റൂട്ടീൻ ആയിട്ട് നഴ്സുമാർ എന്ത് ചെക്ക് ചെയ്യും?
ഷുഗറും ഇതൊക്കെ എല്ലാം ടെസ്റ്റ് ചെയ്യാറുണ്ട്. Here are the comparison table between FPS, PBS, RBS. It's easy അല്ലേ? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിക്കാം. അതിന്റെ നോർമൽ ലെവൽസ് ഇത് മാത്രം ആണ് അതിൽ ഇമ്പോർട്ടന്റ് വരുന്നത്. നോർമൽ ലെവൽ എങ്ങനെയാണ്, ഫുഡ് വെച്ചിട്ട് എത്ര സമയം കഴിഞ്ഞിട്ടാണ്, എത്ര അവേഴ്സ് കഴിഞ്ഞിട്ടാണ് ഫാസ്റ്റിംഗ്, പിന്നെ എത്രയും കാര്യങ്ങൾ മാത്രം ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. വളരെ എളുപ്പമാണ്. സോ അതിന്റെ 1 വേർഡ്സ് ആണ്. വീഡിയോ പോസ് ചെയ്ത് ഇത് വായിക്കുക. ഇത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യണം. അപ്പം എവിടെയെങ്കിലുമൊക്കെ തലയുടെ അവിടെ സ്റ്റോർ ആയിക്കോളും. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് വായിക്കുകയാണെങ്കിൽ. ഓക്കെ, നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ട് എഴുതി വെച്ച് അതിലും കൂടുതൽ എഴുതുന്ന, ഒരു വട്ടം എഴുതി കഴിഞ്ഞാൽ 100 വട്ടം വായിക്കുന്നതിന് പകരമാണെന്ന് പറയാം. പക്ഷെ നമുക്ക് സമയമില്ല, ഒക്ടോബറിലാണ് എക്സാം. സോ നമുക്ക് പെട്ടെന്ന് വായിച്ച് ഡെയിലി റിപ്പീറ്റ് ചെയ്യാം. Okay, these are the methods you can follow. Next is the method of estimations like enzymatic method, glucometer, dry chemistry, normal value, clinical significance of testings and relevance of HbA1c. So blood glucose estimation എന്തിനാണ്? നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തല്ലേ, ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്യാനാണ്, ഡയബറ്റിസ് മെല്ലിറ്റസ് എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനാണ്. ദെൻ മോണിറ്ററിംഗ് ഡയബറ്റിസ് പേഷ്യൻസ് റെഗുലർലി. പിന്നെ അടുത്ത 2 ടേംസ് ആണ് ഹൈപ്പോഗ്ലൈസീമിയ, ഹൈപ്പർ ഗ്ലൈസീമിയ. പേര് കേട്ട് പേടിക്കണ്ട. ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ ബ്ലഡിലെ ലെവൽ കുറയുന്നതാണ്, ഹൈപ്പർ ഗ്ലൈസീമിയ കൂടുതലാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, ഇത് കുറയുന്നതും ഇത് ഹൈപ്പർ എന്ന് പറയുമ്പോൾ കൂടുന്നതും. നെക്സ്റ്റ്, ദിസ് ആർ ദ മെത്തേഡ്സ് ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ. ഫസ്റ്റ് വരുന്നതാണ് ലബോറട്ടറി മെത്തേഡ് വിച്ച് ഇസ് എൻസൈമാറ്റിക് മെത്തേഡ്. ദെൻ ഗ്ലൂക്കോമീറ്റർ ഓർ ഡ്രൈ കെമിസ്ട്രി മെത്തേഡ്. സോ ഫസ്റ്റ് മെത്തേഡ് ആണ് എൻസൈമാറ്റിക് മെത്തേഡ് ഓർ ഗ്ലൂക്കോസ് ഓക്സിഡൈസ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ലാബിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നു ഷുഗർ ഉണ്ടോ എന്ന് നോക്കാൻ. എന്താണ് അവിടെ സംഭവിക്കുന്നത്, നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ. സോ ദിസ് ഇസ് ദ പ്രൊസീജിയർ ബിഹൈൻഡ് ഇറ്റ്. This is the WHO recommended reference laboratory method for blood glucose estimation. എന്താണ് നടക്കുന്നത്? The enzyme glucose oxidase converts to glucose into gluconic acid and hydrogen peroxide. Glucose oxidase എന്നുള്ള ഒരു എൻസൈം ഗ്ലൂക്കോസിനെ എങ്ങനെയായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? ഗ്ലൂക്കോണിക് ആസിഡ് ആയിട്ടും ഹൈഡ്രജൻ പെറോക്സൈഡ് ആയിട്ടും ആദ്യത്തെ ഒരു ഡിവിഷൻ നടന്നു. Then the hydrogen peroxide then reacts with a chromogen in the presence of a peroxidase. എന്നിട്ട് എന്താവും? എ കളേർഡ് കോമ്പൗണ്ട് ഉണ്ടാക്കും. ആ കളേർഡ് കോമ്പൗണ്ടിന്റെ ഇന്റൻസിറ്റി എന്ത് നമ്മൾ വെച്ച് മെഷർ ചെയ്യും? കളറിമീറ്റർ വെച്ച് മെഷർ ചെയ്ത് ഓർ ഓട്ടോമേറ്റഡ് കെമിസ്ട്രി അനലൈസർ വെച്ച് മെഷർ ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത് അല്ലേ. സോ ഇറ്റ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഗ്ലൂക്കോസ് കോൺസെൻട്രേഷൻ. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഗ്ലൂക്കോസ് ഇത്ര അളവുണ്ട്, നമുക്ക് ഓരോ അളവ് കിട്ടുന്നത് അങ്ങനെയാണ്. ഓക്കെ, ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് നോക്കുക. ഹൈഡ്രജൻ എങ്ങനെയാണ് അതിന്റെ ഒരു ഫ്ലോ ചാർട്ട് പോലെ നിങ്ങളൊന്ന് എഴുതി നോക്കുക. സോ ഇറ്റ് വിൽ ബി ഈസി. സ്പെസിമെൻ എവിടെ നിന്നാണ് എടുക്കുന്നത്? വീനസ് ബ്ലഡ് എടുക്കാം, പ്ലാസ്മ, സിറം. ഓക്കെ, ദെൻ ഗ്രേ ടോപ്പ് ഫോർ സോഡിയം ഫ്ലൂറൈഡ് പ്ലസ് പൊട്ടാസ്യം ഓക്സലേറ്റ്. വാക്യൂറ്റെയ്നർ ഇസ് കോമൺലി യൂസ്ഡ് ബിക്കോസ് സോഡിയം ഫ്ലൂറൈഡ് ഇൻഹിബിറ്റ്സ് ഗ്ലൈക്കോളിസിസ് പ്രിവെന്റിംഗ് ഗ്ലൂക്കോസ് ലൂസ്. നമ്മൾ ഓൾറെഡി ഈ വാക്യൂറ്റെയ്നറിനെ ഞാൻ ഇമേജ് കാണിച്ചിരുന്നു. അതിന്റെ ടോപ്പിന്റെ കളർ പലതരം കളർ ഉണ്ടായിരിക്കാം. എന്തൊക്കെ സാധനങ്ങൾ അതിൽ നിന്ന് ഇതാക്കും, നമ്മൾ വേസ്റ്റ് പല കളർ കണ്ടെയ്നറിൽ ഇടുന്നു പറഞ്ഞ പോലെ തന്നെ ഇതേപോലെ തന്നെ വാക്യൂറ്റെയ്നർ ഉണ്ട്, അതിന്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഐറ്റംസ് അതിൽ സ്റ്റോർ ചെയ്യാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ്, ദീസ് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് ദിസ് ലബോറട്ടറി മെത്തേഡ്. ഹൈലി ആക്യുറേറ്റ് ആണ്, ഹൈലി സ്പെസിഫിക് ആണ്. നമ്മൾ വീട്ടിൽ ഗ്ലൂക്കോമീറ്റർ വെച്ച് നോക്കുന്നു, ലാബിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യുന്നതും വേരിയേഷൻസ് വരാം. സോ ലാബിൽ ചെയ്യുന്നതാണ് ഏറ്റവും ആക്യുറേറ്റ് എന്നാണ് പറയാറ്. ദെൻ ദാറ്റ് ഇസ് സ്യൂട്ടബിൾ ഫോർ റൂട്ടീൻ ലബോറട്ടറി യൂസ്, ഓട്ടോമേറ്റഡ് ആൻഡ് റെപ്രൊഡ്യൂസ്. അഡ്വാൻറ്റേജസ് that requires laboratory equipments, more time consuming than glucometers. വീട്ടിൽ പെട്ടെന്ന് നോക്കി കഴിഞ്ഞു അല്ലേ, അത് പെട്ടെന്ന് കിട്ടി. പക്ഷെ അതിന് കുറച്ച് സമയം എടുക്കും. നമ്മൾ കളർ മീറ്റർ വെച്ച് ഒരു റിയാക്ഷൻ നടന്ന് അതിലെ കളർ വിച്ച് ഇസ് ഈക്വൽ ടു ഗ്ലൂക്കോസ് കണ്ടുപിടിക്കുന്നതിനൊക്കെ പെട്ടെന്ന് ചെയ്യാം, അത്രേ ഉള്ളൂ. Glucometer is a portable device used for rapid estimation of blood glucose. ഞാൻ ഇമേജ് ഇവിടെ കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ പലരും വീട്ടിലുണ്ടായിരിക്കും. So a drop of capillary blood is placed on a disposable test strip containing enzymes such as glucose oxidase or glucose dehydrogenase. And the enzyme reaction generates an electrical signal which is converted by the glucometer into blood glucose value. Next, specimen capillary blood ആണ്, വിരലിന്റെ തുമ്പത്തുനിന്ന് എടുക്കാവുന്നതാണ്. Then advantages എന്താ? പെട്ടെന്ന് within second നമുക്ക് കിട്ടും. പോർട്ടബിൾ ആണ്, എവിടേക്ക് വേണമെങ്കിലും കൊണ്ടുപോകാം, ഈസി ടു യൂസ്, ഐഡിയൽ ഫോർ ഹോം മോണിറ്ററിംഗ് ആൻഡ് എമർജൻസി യൂസ്. Then disadvantages: less accurate than laboratory methods, and the results might affect improper strip storage, expired strips, extreme temperature, poor sampling techniques. നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ലാബിൽ ചെയ്യുന്ന ചെറിയ വ്യത്യാസം അത്രയേ ഉള്ളൂ. സോ മേ ബി ഇതിൽ ചേഞ്ചസ് വരാം. പിന്നെ ദീസ് ആർ ദ ഫീച്ചേഴ്സ്. എൻസൈമാറ്റിക് മെത്തേഡും ഗ്ലൂക്കോമീറ്ററിനും ചെറിയൊരു കമ്പാരിസൺ ആണ്. വളരെ എളുപ്പമാണ്, ജസ്റ്റ് ഒന്ന് നോക്കുക എവിടെ നിന്നാണ് ബ്ലഡ് എടുക്കുന്നത്, പിന്നെ സമയം എടുക്കുന്നത്, ജസ്റ്റ് ഒന്ന് പഠിക്കാം. ഓക്കെ, പെട്ടെന്ന് എമർജൻസി വന്നാൽ ഗ്ലൂക്കോമീറ്റർ തന്നെയാണ് യൂസ് ചെയ്യുക. ലാബിലൊക്കെ പോയി ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നതായിരുന്നു ഉണ്ടാവില്ല, അത്ര തന്നെ ഉള്ളൂ.
നെക്സ്റ്റ് നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ് വാല്യൂ നമ്മൾ പറഞ്ഞു ഓൾറെഡി, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, ബട്ട് കൺസിഡർ ദിസ് ആസ് എ റിവിഷൻ, ഒന്നുകൂടി വായിച്ചു നോക്കുക. പിന്നെ എസ്റ്റിമേഷന്റെ ഇമ്പോർട്ടൻസ് കുറച്ചുകൂടി പോയിന്റ്സ് ഉണ്ട്. ഡയബറ്റിസ് മെലിറ്റസ് ഓൾറെഡി ഉണ്ട്. കുഷിംഗ് സിൻഡ്രോം ഉണ്ടോന്ന് അറിയാനും, ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടോന്ന് അറിയാനും, അക്യൂട്ട് സ്ട്രെസ്, പാൻക്രിയാറ്റൈറ്റിസ്, സ്റ്റിറോയിഡ് തെറാപ്പി. ഓക്കെ, സോ ദിസ് ആർ ദ ഇൻക്രീസ്ഡ് ബ്ലഡ് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഹൈപ്പർ ഗ്ലൈസീമിയ കണ്ടീഷനിൽ കാണുന്നതാണ് ഇത്രയും ഇഷ്യൂസ്. ഹൈപ്പർ ഗ്ലൈസീമിയ, ഷുഗർ കൂടുന്നൊരവസ്ഥ, അതാണല്ലോ ഡയബറ്റിസ് മെലിറ്റസ്. ഓക്കെ, ബാക്കിയുള്ള സിൻഡ്രോംസും കാര്യങ്ങളുമാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ജസ്റ്റ് ഒന്ന് പഠിക്കുക. ഹൈപ്പർ ഗ്ലൈസീമിയ കണ്ടീഷനിൽ എന്തൊക്കെ കാണാം സിംറ്റംസ്. ദെൻ ഡിക്രീസ്ഡ് ബ്ലഡ് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിയ, കുറവാണ്. ഹൈപ്പോ എന്ന് പറയുമ്പോൾ കൂടുതൽ, ഹൈപ്പർ ആണ് കൂടുതൽ. ഓക്കെ, നെക്സ്റ്റ് എക്സസ് ഇൻസുലിൻ, ഇൻസുലിൻ ഓവർഡോസ്, സ്റ്റാർവേഷൻ, സിവിയർ ലിവർ ഡിസീസ്, ഇൻസുലിൻ സെക്രേറ്റിംഗ് ട്യൂമേഴ്സ് ഓർ ഇൻസുലിനോമ. ഓക്കെ, എന്താണ് ഇൻസുലിനോമ? ഇൻസുലിൻ സെക്രേറ്റിംഗ് ട്യൂമേഴ്സ്. നെക്സ്റ്റ് ഇസ് HbA1c or glycated hemoglobin. എന്താണ് ആ ഒരു ടെസ്റ്റ്? ദാറ്റ്സ് ഹീമോഗ്ലോബിൻ ദാറ്റ് ഹാസ് ഗ്ലൂക്കോസ് അറ്റാച്ച്ഡ് ടു ഇറ്റ്, glycated hemoglobin, where it reflects the average blood glucose level over the previous 2 to 3 months corresponding to the lifespan of RBCs. Okay, so അതിന്റെ സ്പാൻ കുറച്ച് കൂടുതലാണ്, but it is detects glycated hemoglobin. So the principle behind it is glucose binds irreversibly to Hb inside RBCs and it causes high blood glucose level or higher HbA1c percentage. ഇത് ഒരു RBCനെ അറ്റാച്ച് ചെയ്യാണ് Hbയില് ഗ്ലൂക്കോസ്. അപ്പം ഒരു RBC നമുക്കറിയാം ഒരു ഐ തിങ്ക് ഒരു 2 to 3 months or 120 days ഒക്കെയാണ് അത് സ്പ്ലീനിൽ പോയിട്ട് നശിക്കുന്നത്. ആ ഒരു സ്പാനിലുള്ള ഒരു ടൈം എടുത്തിട്ടാണ് നമ്മളിത് ടെസ്റ്റ് ചെയ്യുന്നത്. HbA1c നോർമൽ വാല്യൂ ലെസ് ദാൻ 5.7% ആണ്. 5.7 to 6.4 പ്രീ ഡയബറ്റിക് കണ്ടീഷൻ ആണ് നമുക്ക് പറയാം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6.5 ആണെങ്കിൽ we can say it is diabetes mellitus. And the target HbA1c for many adults with diabetes is less than 77%. Wow. So yeah, there will be difference. Then what are the relevance of it? That reflects long-term glucose control and used to diagnose diabetes and monitors effectiveness of diabetes treatment. നമ്മൾ പറഞ്ഞു ഒരു ദിവസം ഇപ്പം നല്ല മദറിലൊരു ചായ കുടിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം ഷുഗർ കൂടുതലായിട്ട് തോന്നും. അങ്ങനെ നല്ല റൂട്ടീൻ ആയിട്ട് ഒരു 2 to 3 months എടുത്ത് ഇത് കണ്ടീഷൻ ആണോ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ലേ. That predicts the risk of diabetic complications and not affected by short-term fluctuations in blood glucose due to meals or stress. What are the advantages? No fasting required. Indicates average glucose over 2 to 3 months. Useful for monitoring treatment. Better predictor of chronic diabetes complications than a single glucose record. And here are also some limitations for this HbA1c. Hemolytic anemia. That may be unreliable in conditions. ഒരാൾക്ക് hemolytic anemia ഉണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ നമുക്ക് ചെയ്യാൻ പറ്റില്ല. റീസെന്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ലൈക്ക് ഡയാലിസിസ് ചെയ്യുന്ന ഒരാൾ ആഴ്ചയിൽ ഇപ്പോൾ ഒരു 3 വട്ടം ഡയാലിസിസ് ചെയ്താൽ മൊത്തം ക്ലീൻ ആയില്ലേ. അപ്പൊ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, റൂട്ടീനായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. ദെൻ സർട്ടൻ ഹീമോഗ്ലോബിൻ വേരിയൻസ്, ചിലപ്പം HB കൂടുതലുള്ളവർക്കും പോളിസൈറ്റീമിയ ഉള്ളവർക്ക് ബ്ലഡ് കളയും, അത് ആർക്കും ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു കണ്ടീഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ദെൻ സിഗ്നിഫിക്കൻറ്റ് ബ്ലഡ് ലോസ് ഉള്ള ഒരാൾക്കും. Then here are the one words questions, you can just go through it. ഈ ഗ്രേറ്റ് ഓഫ് വാക്യൂട്ടൈനറിന്റെ കളർ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോളൂ. വീഡിയോ പോസ് ചെയ്തൊന്ന് വായിക്കാം. നമ്മൾ പറഞ്ഞ പോയിന്റ്സ് ആണ്. ഓക്കെ, അടുത്താണ് റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ്. കിഡ്നി റീനൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കിഡ്നിയാണ് ഉദ്ദേശിക്കുന്നത്. So that enumerate the common test included. ഏതൊക്കെയുണ്ട്? കോമൺ മെത്തേഡ് യൂസ്ഡ് ഫോർ എസ്റ്റിമേഷൻ ഓഫ് ബ്ലഡ് യൂറിയ, serum creatinine normal values, clearance test, urea and creatinine. So ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് കിഡ്നി റിലേറ്റഡ് ആയിട്ട്. സോ RFT അല്ലെങ്കിൽ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് എന്നാണ് are a group of laboratory investigation used to assess kidney function, diagnose renal disease, monitor the progression of kidney disorders or evaluate the response to treatment. ഇത്രയും കാര്യങ്ങൾക്കാണ് നമ്മൾ കിഡ്നി ടെസ്റ്റ് ചെയ്യുന്നത്. എങ്ങനെയൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം? എന്താണ് കിഡ്നിയുടെ ഫംഗ്ഷൻ? കിഡ്നിയുടെ ഇമേജസ് ജസ്റ്റ് ഒന്ന് നോക്കുക. ഒരു അരിപ്പുണ്ട് കിഡ്നിയിൽ. ഓക്കെ, അതൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക അതിന്റെ പാർട്സ് ഏതൊക്കെയാണ്, എന്താണ് അതിന്റെ ഫംഗ്ഷൻസ്, ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് റിസർച്ച് ചെയ്യാം. So here are the functions of kidneys: excretion of metabolic waste products, regulation of water and electrolyte balance, maintenance of acid-base balance, regulation of PP, production of erythropoietin, activation of vitamin D. ഇത്രയും ഫംഗ്ഷൻസ് ആണ് നമുക്ക് കിഡ്നിക്ക് വരുന്നത്. ഇനി എന്തൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യാറുണ്ട്? ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ടല്ലേ? എന്തിനു വേണ്ടിയിട്ട്? ഫോർ ബ്ലഡ് യൂറിയ, സിറം ക്രിയാറ്റിൻ, സിറം യൂറിക് ആസിഡ്, സിറം ഇലക്ട്രോലൈറ്റ്സ് ലൈക്ക് സോഡിയം, പൊട്ടാസ്യം, ക്ലോറൈഡ്, then bicarbonate എന്നൊക്കെ ടെസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഡയാലിസിസ് ആയിട്ട് എമർജൻസി വന്ന കേസിലൊക്കെ നമുക്ക് പൊട്ടാസ്യം ടെസ്റ്റ് ചെയ്യും. പൊട്ടാസ്യം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്.
അത് കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ ആണ്. ദെൻ എസ്റ്റിമേറ്റഡ് ഗ്ലോമെറുലാർ ഫിൽട്രേഷൻ റേറ്റ്. സോ ഞാൻ പറഞ്ഞ ഒരു അരിപ്പുണ്ടെന്ന്, ദിസ് ഇസ് ദ ഗ്ലോമെറുലാർ ഫിൽട്ടർ. വെരി ബ്യൂട്ടിഫുൾ ടു വാച്ച്. പറയുമ്പോൾ ഐറ്റം ഇത്രേ ഉള്ളൂ, പക്ഷെ അതിന്റെ ഫംഗ്ഷൻ ഇസ് വെരി കോംപ്ലിക്കേറ്റഡ്. ദാറ്റ് ഇസ് EGFR. യൂറിൻ ടെസ്റ്റിൽ നമുക്ക് എന്തൊക്കെ വരുന്നുണ്ട്? റുട്ടീൻ യൂറിൻ എക്സാമിനേഷൻ, യൂറിൻ പ്രോട്ടീൻ അല്ലെങ്കിൽ ആൽബുമിൻ ടെസ്റ്റ് പറഞ്ഞു. കാൽക്കുലസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടെസ്റ്റ് ചെയ്യാറുണ്ട്, മൈക്രോ ആൽബുമിൻ. ദെൻ 24-hour യൂറിൻ പ്രോട്ടീൻ, ക്രിയാറ്റിൻ ക്ലിയറൻസ്, യൂറിയ ക്ലിയറൻസ്. സോ ബ്ലഡ് യൂറിയ നോക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? Urea is the major end product of protein metabolism that is synthesized in the liver and excreted by the kidneys, where blood urea reflects the kidney's ability to excrete nitrogenous waste. ഇത് ഫിൽട്ടർ ചെയ്ത് കളയാനുള്ള കഴിവുണ്ടോ എന്നാണ് നോക്കുന്നത്. പ്രോട്ടീൻ്റെ എൻഡ് പ്രൊഡക്റ്റ് ആണ്, പ്രോട്ടീൻ മെറ്റബോളിസത്തിന്റെ കഴിഞ്ഞ് ലാസ്റ്റ് വരുന്നതാണ്. അത് എക്സ്ക്രീറ്റ് ചെയ്ത് വിടുന്നത് ഏതിലൂടെയാണ്? കിഡ്നി കൂടെയാണ് കളയുന്നത്. അപ്പൊ അത് ഒരുപാട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, so blood urea is estimated by enzymatic methods using the enzyme urease. Urease എന്നുള്ള ഒരു enzyme ആണ് യൂസ് ചെയ്യുന്നത്, പഠിച്ചു വെക്കാം. So here is this enzymatic urease method, where urea is hydrolyzed by urease into ammonia and carbon dioxide. Then the ammonia produced is measured by a colorimetric or enzymatic reaction. The color intensity is directly proportional to the urea concentration. So this is the procedure behind it. നോർമൽ വാല്യൂസ് ഏതൊക്കെയാണ്? ബ്ലഡ് യൂറിയയിൽ 50 to 40 വരെ വരാം അല്ലേ? ബ്ലഡ് യൂറിയ നൈട്രജൻ ആണെങ്കിൽ ഓർ ബൺ എന്ന് പഠിച്ചു വയ്ക്കാം, 7 to 20. ദെൻ ഇൻക്രീസ്ഡ് ബ്ലഡ് യൂറിയ എന്തിനാണ് കണക്കാക്കുന്നത്? അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി ഉണ്ടെങ്കിലും, ക്രോണിക് കിഡ്നി ഡിസീസ്, CKD പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ, സോ ദാറ്റ് വിൽ ബി എനിക്കും കിഡ്നി ഡയാലിസിസ്, ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോഴും, ഷോക്ക്, യൂറിനറി ഒബ്സ്ട്രക്ഷൻ, ഹൈ പ്രോട്ടീൻ ഡയറ്റ്, ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ബ്ലീഡിംഗ്, ഇത്രയും കാര്യങ്ങളിൽ ഇൻക്രീസ്ഡ് ബ്ലഡ് യൂറിയ നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ്, ഡിക്രീസ്ഡ് ബ്ലഡ് യൂറിയ എവിടെ കാണുന്നത്? സിവിയർ ആയിട്ടുള്ള ലിവർ ഡിസീസിലും, ലോ പ്രോട്ടീൻ ഡയറ്റ്, ഓവർ ഹൈഡ്രേഷൻ, ദെൻ പ്രഗ്നൻസി ടൈം കുറവാണ്. നെക്സ്റ്റ്, സീറം ക്രിയാറ്റിനിൻ. സോ ക്രിയാറ്റിൻ എന്നല്ല, ശരിക്കും ക്രിയാറ്റിനിൻ എന്നാണ് വിൽ ബി. So don't confuse with the spelling of this. So that's the end product of the creatine phosphate metabolism in muscles, and it is filtered by the glomeruli and is a reliable indicator of kidney function. So it's a principle behind it. The JAF method is the classic and commonly taught method. എന്താണ് JAF method? Where creatine reacts with alkaline picrate to form an orange-red complex, and the color intensity is measured photometrically. So many modern laboratories also use more specific enzymatic creatine assays or test. So JAF method എന്താണെന്ന് പഠിച്ചു വയ്ക്കാം. ക്രിയാറ്റിൻ എന്തിനായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്? ആൽക്കലൈൻ പൈക്രേറ്റിനായിട്ട്. എന്നിട്ട് ഒരു ഓറഞ്ച് റെഡ് കളർ കോംപ്ലക്സ് ഉണ്ടായിരിക്കും. അത് കളറിമീറ്റർ വെച്ച് നമ്മൾ ഫോട്ടോമെട്രിക്കലി അനലൈസ് ചെയ്യും. സോ നോർമൽ വാല്യൂസ് ക്രിയാറ്റിൻ മെയിലാണെങ്കിൽ 0.7 to 1.3. ഓക്കെ. ദെൻ അഡൽട്ട് ഫീമെയിൽ ആണെങ്കിൽ 0.6 to 1.1. ഇതാണ് നോർമൽ വാല്യൂ വരുന്നത്. ഇനി ക്രിയാറ്റിൻ കൂടുന്നത്, ഇപ്പം കിഡ്നി പേഷ്യൻസിനൊക്കെ അത് കൂടിയിട്ട് ഇപ്പോൾ 1.3 എന്നുള്ളത് 14 വരുന്ന ആൾക്കാരുടെ അതിനപ്പോ ക്യാൻ ബി. സോ അത് ഇതിൽ കാണുന്നത് CKD പേഷ്യൻസ്, അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി, ഗ്ലോമെറുലോ നെഫ്രൈറ്റിസ്. ഈ നെഫ്രൈറ്റിസ് എന്നുള്ളതും നെഫ്രോ എന്നുള്ളതൊക്കെ പറയുന്നത് കിഡ്നി റിലേറ്റഡ് ആണ്. ദെൻ യൂറിനറി ഒബ്സ്ട്രക്ഷൻ, സിവിയർ ഡീഹൈഡ്രേഷൻ. സോ ഡിക്രീസ്ഡ് ക്രിയാറ്റിൻ ആണെങ്കിൽ എവിടെയൊക്കെ കാണാം? റിഡ്യൂസ്ഡ് മസിൽ മാസ്, പ്രഗ്നൻസി ടൈം, സിവിയർ മാൽന്യൂട്രീഷൻ ഉള്ള ടെസ്റ്റ് ചെയ്യാം. Next, the clearance test measures the volume of plasma completely cleared of a substance by the kidneys in 1 minute, and it helps assess the glomerular filtration rate. Like kidney ആയിരിക്കുന്ന അതേ റേറ്റ് നമുക്ക് അവിടെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. So that is urea clearance test. So where next, the efficiency of the kidneys in removing urea from the blood, അതാണ് urea clearance test എന്ന് പറയുന്നത്. Where urea concentration is measured in blood, timed urine sample, clearance is calculated using a formula. With the maximum urea clearance, standard urea clearance എന്നുള്ള ടൈപ്പിൽ നമ്മൾ അതിനെ എവാലുവേറ്റ് ചെയ്യും. നോർമൽ വാല്യൂസ് 75 ആണ് മാക്സിമം യൂറിയ ക്ലിയറൻസിൽ. സ്റ്റാൻഡേർഡിലാണെങ്കിൽ എത്ര വരുന്നത്? 54. ദെൻ കുറവ് ഏതിൽ കാണിക്കുന്നത്? റീനൽ ഫെയിലിയറിനെങ്കിൽ അത് ആ റേറ്റ് കുറവ് കാണിക്കില്ലേ? അല്ലെങ്കിൽ ഗ്ലോമറിലോ നെഫ്രൈറ്റിസ് ഉണ്ടെങ്കിലും റെഡ്യൂസ്ഡ് റീനൽ ബ്ലഡ് ഫ്ലോ ആണെങ്കിലും ആ ഒരു ടെസ്റ്റിന്റെ ടൈം കുറവായിട്ടും കാണിക്കാം. നെക്സ്റ്റ്, ക്രിയാറ്റിൻ ക്ലിയറർ ടെസ്റ്റ്. That measures the glomerular filtration rate and is considered a better indicator of kidney function than urea clearance test. Principle, so that is measured in serum, which is 24-hour urine, and the clearance is calculated to estimate the GFR. അത് മെഷർ ചെയ്യാൻ്റെ ഒരു ഫോർമുലയാണ് ഇത്. ക്രിയാറ്റിൻ ക്ലിയറൻസ് എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? യൂറിൻ ക്രിയാറ്റിൻ ഇൻറ്റു യൂറിൻ വോളിയം ഡിവൈഡഡ് ബൈ സീറം ക്രിയാറ്റിൻ ഇൻറ്റു ടൈം. ഓക്കെ. നെക്സ്റ്റ്,
Normal values in male is 90 to 140, female it is 80 to 125. Now, what are the clinical significance of it? Which will be decreased in chronic kidney disease. You can just read through it. So here is the comparison between blood urea versus serum creatinine. നമ്മൾ പറഞ്ഞതാണ്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. Okay. Next is the clinical importance of renal function test. RFT എന്തിനൊക്കെ വേണ്ടിയിട്ടാണെന്നുള്ളതാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. Okay. So these are the one words, you can just read it. PSC മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. വീഡിയോ പോസ് ചെയ്തൊന്ന് വായിക്കാം. നെക്സ്റ്റ് വൺ ഇസ് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്. നമ്മൾ കിഡ്നി ആയിരുന്നു പറഞ്ഞാൽ നെക്സ്റ്റ് വരുന്നതാണ് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്. കോമൺ ടെസ്റ്റ് ഏതൊക്കെയാണ്? അതുപോലെ മെത്തേഡ് യൂസ്ഡ് ഫോർ എസ്റ്റിമേഷൻ ഓഫ് ബിലിറൂബിൻ or Malloy or Evelyn മെത്തേഡ് ഉണ്ട്. ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് ഇൻക്ലൂഡിംഗ് ഇൻ ലിപ്പിഡ് പ്രൊഫൈൽ, കോമൺ മെത്തേഡ് ഫോർ ദി എസ്റ്റിമേഷൻ ഓഫ് കൊളസ്ട്രോൾ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാർട്ടിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്താണ് ലിവർ? ദാറ്റ്സ് എ ലാർജസ്റ്റ് ഗ്ലാൻഡ്. ബോഡിയിലെ ലാർജസ്റ്റ് ഗ്ലാൻഡ് ആരാണ്? ലിവർ ആണ് അല്ലേ? ഇൻ ദ ഹ്യൂമൻ ബോഡി ആൻഡ് പെർഫോംസ് മെനി ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻസ്. And major functions of the liver is metabolism നടത്തുക എന്നുള്ളതാണ്. എന്നിട്ടൊക്കെ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്. നമ്മൾ നേരത്തെ പ്രോട്ടീൻ്റെ കാര്യം പറഞ്ഞു, സ്റ്റാർട്ടിംഗ് ലിവറിലും എക്സ്ക്രീഷൻ ബൈ കിഡ്നി. Then synthesis of protein like albumin, many clotting factors, bilirubin metabolism, bile formation and excretion, detoxification of drugs and toxins. ഇതൊക്കെ ലിവറിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. നമ്മൾ കോഴിയുടെ പാർട്സ് ഒക്കെ തിന്നുമ്പോൾ തിന്നരുത് നമ്മൾ പറയാറുണ്ടല്ലേ, ചിലരത് കളയാറുണ്ട്. സോ അവിടെ നടക്കുന്ന എന്താണ്? ഡീടോക്സിഫിക്കേഷൻ ആണ്. ടോക്സിക് ആയിട്ടുള്ള ശരീരത്തിൽ ഇതിലൊക്കെ സൂക്ഷിക്കുന്ന അവിടെ ബൈൽ എന്ന് പറയും. ബൈലിന്റെ ഒരു ഇമേജ് നോക്കുക, വളരെ കുഞ്ഞൊരു പാർട്ടാണ് ലിവറിന്റെ അടുത്തുള്ളത്. സോ അവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്. ആൻഡ് സ്റ്റോറേജ് ഓഫ് ഗ്ലൈക്കോജൻ, അയൺസ് ആൻഡ് വിറ്റമിൻസ്. ആൻഡ് ഓൾസോ കൺവേർഷൻ ഓഫ് അമോണിയ ടു യൂറിയ. ടോക്സിക് ആയിട്ടുള്ളതിനെ യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. So when the liver is damaged, severe biochemical substances in the blood change. These changes are assessed using liver function test. നമ്മുടെ ലിവറിന് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ നമുക്ക് യൂറിയ ടെസ്റ്റുകളൊക്കെ ചെയ്ത് കണ്ടുപിടിക്കും ഇത്രയും കാര്യങ്ങളല്ലേ. സോ അതിൽ വരുന്നതാണ് ദർ വിൽ ബി എ ഗ്രൂപ്പ് ഓഫ് കെമിക്കൽ ടെസ്റ്റ്, ബയോകെമിക്കൽ ടെസ്റ്റ് പെർഫോം ടു അസസ് ദിസ് ഇഷ്യൂ. ഫസ്റ്റ് വരുന്നതാണ് ഹെപ്പാറ്റോ സെല്ലുലാർ ഇഞ്ചുറി ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാം. ദെൻ ബൈൽ ഫോർമേഷൻ ആൻഡ് എക്സ്ക്രീഷൻ, ബൈലിയറി ഒബ്സ്ട്രക്ഷൻ, സിന്തറ്റിക് ഫംഗ്ഷൻ ഓഫ് ദ ലിവർ. സോ LFT, liver function test, is a panel of tests. ഒരൊറ്റ ടെസ്റ്റിൽ നടക്കുന്നതല്ല. Not every test in the panel directly measures a liver function. For example, AST, ALT mainly indicate cell injury, while albumin and like PT or INR are more related to synthetic function. Like PT, which means prothrombin test, and INR, which means international normalized ratio. ഇത്രയും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നത്. So this is a series of tests. So common test including LFTs are bilirubin. അതിൽ നമ്മൾ ഫസ്റ്റ് വരുന്നതാണ് ബിലിറൂബിൻ ടെസ്റ്റ് ചെയ്യുന്നത്. അതിൽ ടോട്ടൽ ബിലിറൂബിൻ ടെസ്റ്റ് ചെയ്യും, ഡയറക്റ്റ് ബിലിറൂബിൻ, ഇൻഡയറക്റ്റ് ബിലിറൂബിൻ, ഇത്രയും കാര്യങ്ങളാണ് ടെസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ലിവർ എൻസൈംസിനെ ടെസ്റ്റ് ചെയ്യുന്നത്. അതിലാണ് ALT, SGPT, AST or SGOT എന്നൊക്കെ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യും. ALP, GGT. ദെൻ പ്രോട്ടീനിൽ ടോട്ടൽ പ്രോട്ടീൻ, ആൽബുമിൻ, ഗ്ലോബുലിൻ. ദെൻ അതർ ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റുകൾ വരുന്നതാണ് പ്രോത്രോംബിൻ ടൈം, PT അല്ലെങ്കിൽ INR. അപ്പം നെക്സ്റ്റ് ബിലിറൂബിൻ എന്താണെന്ന് നോക്കാം. സോ ബിലിറൂബിൻ is a yellow pigment produced mainly from the breakdown of HB from old RBC. പഴയ RBC സെല്ലുകളിൽ നിന്ന് HBനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഒരു പിഗ്മെന്റ് ആണ്, ഒരു യെല്ലോ കളേർഡ് പിഗ്മെന്റ് ആണ്. ഇത് ലിവറിലേക്ക് ട്രാൻസ്പോർട്ടായി അവിടെ വെച്ചിട്ടാണ് പ്രോസസ്സിങ് നടക്കുന്നത്. എന്നിട്ട് ബൈലിലൂടെ അത് എക്സ്ക്രീറ്റ് ചെയ്യും. സോ ഫോർമേഷൻ ഓഫ് ദ ബിലിറൂബിൻ. സോ ദിസ് ദ ബേസിക് പാത്വേ. ഓൾഡ് RBCയിൽ നിന്ന് HBസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. ഓക്കെ, HBനെ ബ്രേക്ക് ചെയ്തിട്ട് ഹെമി പ്ലസ് ഗ്ലോബിൻ ആവും. ഹീമോഗ്ലോബിന് ഹീമി പ്ലസ് ഗ്ലോബിൻ ആവും. ദെൻ ബിലിവേർഡിൻ ആവും. അത് അടുത്തത് അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ ആവും. പിന്നെ അത് ട്രാൻസ്പോർട്ടഡ് ടു ലിവർ, ഇറ്റ് ബിക്കം കോൺജുഗേറ്റഡ് ബിലിറൂബിൻ. പിന്നെ ബൈൽ, പിന്നെ അത് ഇൻഡസ്റ്റൈനിലെത്തും. ബൈൽ വഴി ഇതിനെ എക്സ്ക്രീറ്റ് ചെയ്യും. Then what are the types of bilirubin? There are two important forms. ഒന്നാണ് unconjugated bilirubin. എന്താണ് unconjugated bilirubin or indirect bilirubin നമ്മൾ പറയും. That is produced from heme breakdown. It will be water insoluble, travels in blood attached to albumin, taken up by the liver, that cannot normally be excreted directly in urine because it is albumin bound. Albumin attached ചെയ്തിട്ടാണ് ആൾ ട്രാവൽ ചെയ്യുന്നത് എന്ന് പഠിക്കാം.
നെക്സ്റ്റ് കോൺജുഗേറ്റഡ് ബിലിറൂബിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന് അല്ലെങ്കിൽ കോൺജുഗേറ്റഡ് അല്ലെങ്കിൽ ഇതിന് ഡയറക്റ്റ് എന്ന് നമുക്ക് പറയാം. സോ ലിവറിലെ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ ഇസ് കോൺജുഗേറ്റഡ് വിത്ത് ഗ്ലൂക്കോറോണിക് ആസിഡ് ബൈ ദ എൻസൈം UDP ഗ്ലൂക്കോറിനിൽ ട്രാൻസ്ഫറേസ്. ഈ ഒരു എൻസൈമിനായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് ആൾ പോകുന്നത്. അങ്ങനെ പഠിച്ചു വയ്ക്കാം. ഗ്ലൂക്കോറോണിക് ആസിഡ് ബൈ ദ എൻസൈം UDP ഗ്ലൂക്കോറിനൈൽ ട്രാൻസ്ഫറേസ്. നെക്സ്റ്റ്, so which will be water soluble, നേരെ ഓപ്പോസിറ്റ് ആണ്, excreted into bile, can appear in urine when blood levels become elevated. So indirect എന്ന് പറയുന്ന unconjugated വേറെ പേരാണ്, water soluble ആണ്. where conjugated എന്ന് പറയുന്നത് direct ആണ്, which is water soluble. okay, നേരത്തെ insoluble ആണ്. next, total direct and indirect bilirubin. ഇതൊക്കെ എന്താണെന്ന് നോക്കാം. ടോട്ടൽ ബിലിറൂബിൻ ടെസ്റ്റ് ചെയ്യുന്നത് കോൺജുഗേറ്റഡ് പ്ലസ് അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ ആണ്. അതിൽ തന്നെ രണ്ട് തരം ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഡയറക്റ്റ് ബിലിറൂബിൻ എന്താണ്? ദാറ്റ് ഷോസ് കോൺജുഗേറ്റഡ് ബിലിറൂബിൻ. ഇൻഡയറക്റ്റ് ബിലിറൂബിൻ എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? ഇൻഡയറക്റ്റ് ബിലിറൂബിൻ ഈക്വൽ ടു ടോട്ടൽ ബിലിറൂബിൻ മൈനസ് ഡയറക്റ്റ് ബിലിറൂബിൻ. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മളത് അസസ് ചെയ്യുന്നത്. സോ വൈ ഈസ് ബിലിറൂബിൻ ഇസ് എസ്റ്റിമേറ്റഡ്? എന്തിനാണ് ഈ ബിലിറൂബിൻ കണ്ടുപിടിക്കുന്നത്? ജോണ്ടിസ്, മെയിൻ ആയിട്ട് മഞ്ഞപ്പിത്തം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനും, ഹീമോളിസിസ്, ഹെപ്പാറ്റോസെല്ലുലാർ ഡിസീസ് ഉണ്ടോ എന്ന് അറിയാനും, ബൈലിയറി ഒബ്സ്ട്രക്ഷൻ ആൻഡ് ഡിസോർഡേഴ്സ് ഓഫ് ബിലിറൂബിൻ മെറ്റാബോളിസം, ഇത്രയും കാര്യങ്ങൾക്കാണ്. ഇനി എന്താണ് ജോണ്ടിസ് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം? ഇറ്റ്സ് എ യെല്ലോ ഡിസ്കളറേഷൻ ഓഫ് ദ സ്കിൻ. സ്കിന്നിനൊക്കെ ഒരു മഞ്ഞ കളർ വരില്ല, ചിലർക്ക് കണ്ണിൽ മഞ്ഞ കളർ, കാഴ്ചയ്ക്ക് മഞ്ഞ കളറൊക്കെ വരും. സോ ദാറ്റ് ഇസ് ജോണ്ടിസ്. സോ ദ ഡിസ്കളറേഷൻ സ്കിൻ, സ്ക്ലീറ കണ്ണാണ്, മ്യൂക്കസ് മെംബ്രെയിൻസ് ഡ്യൂ ടു ദ ഇൻക്രീസ്ഡ് ബിലിറൂബിൻ ഇൻ ദ ബ്ലഡ്. What are the types of examination? So pre-hepatic jaundice, that is usually associated with increased RBC destruction or hemolysis. ഈ RBC കൂടുതൽ നശിക്കുമ്പോഴാണ് ഈ ഒരു pre-hepatic jaundice എന്ന് പറയുന്നത്. where mainly unconjugated bilirubin increase ചെയ്യുന്ന ഒരു അവസ്ഥ. ഇതാണ് pre-hepatic jaundice. ഇനി hepatic jaundice എന്ന് പറയുന്നത് due to the damage to liver cells. So both conjugated and unconjugated bilirubin increase ഈ ഒരു കണ്ടീഷനിൽ. നെക്സ്റ്റ് അടുത്ത് വരുന്നത്, ഇപ്പൊ നമ്മൾ പ്രീ പറഞ്ഞു, ഹെപ്പാറ്റിക് പറഞ്ഞു, അടുത്താണ് പോസ്റ്റ് ഹെപ്പാറ്റിക് ഓർ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് എന്ന് പറയുന്നത്. ദാറ്റ് കോസ് ഡ്യൂ ടു ഒബ്സ്ട്രക്ഷൻ ഓഫ് ദ ബൈൽ ഫ്ലോ, മെയിൻലി കോൺജുഗേറ്റഡ് ബിലിറൂബിൻ ഇൻക്രീസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഏതൊക്കെയാണ് ഇൻക്രീസ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് ജസ്റ്റ് പഠിച്ചു വയ്ക്കാം. നെക്സ്റ്റ്, മാലോയ് ആൻഡ് ഇവലിൻ മെത്തേഡ് ഓർ ഫോർ ബിലിറൂബിൻ. ഇമ്പോർട്ടൻ്റ് ആണ് മാലോയ് ഓർ ഇവലിൻ മെത്തേഡ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. സോ വാട്ട് ഇസ് മാലോയ് ഓർ ഇവലിൻ മെത്തേഡ്? എന്താണ്? The Malloy-Evelyn method is a quantitative colorimetric or diazo coupling method used for estimation of serum bilirubin, where the original method was described by Helga T. Malloy and Kenneth A. Evelyn in 1937. അങ്ങനെയാണ് അതിൻ്റെ ഒരു എറ്റിമോളജി വരുന്നത്. സോ ഈ ഡയാസോ കപ്ലിംഗ് മെത്തേഡ് ആ ഒരു ഓർഗാനിക് കെമിസ്ട്രി വരുന്ന ഭാഗമാണ്. അതിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഷേപ്പും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. So the main principle behind it is bilirubin reacts with a diazo reagent to produce a colored compound called azobilirubin. ഈ ഒരു azobilirubin അത് ഉണ്ടാക്കുന്നുണ്ട്. The intensity of the color is proportional to the amount of bilirubin present. നമ്മൾ കളറിമീറ്റർ വെച്ചിട്ട് കണ്ടുപിടിക്കുന്ന സെയിം മെത്തേഡ് ആണ്. എത്ര കളർ ഉണ്ടോ അത്രയും ഇതുണ്ട്, ഒരു എമൗണ്ട് കാൽക്കുലേഷൻ മെത്തേഡ് ആണ്. സോ ഈ ഒരു ബിലിറൂബിൻ ഡയാസോ റിയാജന്റിനായിട്ട് റിയാക്ട് ചെയ്തിട്ട് azobilirubin ഉണ്ടാക്കുന്നു. അതെന്താ നമ്മൾ കളറിമീറ്റർ വെച്ച് കണ്ടുപിടിക്കാം. എന്താണ് ഈ ഒരു ഡയാസോ റിയേജന്റ് എന്ന് പറയുന്നത്? ദാറ്റ് ഇസ് പ്രിപ്പയർഡ് ഫ്രം സൾഫാനിലിക് ആസിഡ്, സോഡിയം നൈട്രേറ്റ് ആൻഡ് അസിഡിക് മീഡിയം. ദ റിയാക്ഷൻ പ്രൊഡ്യൂസസ് എ ഡയോസോണിയം കോമ്പൗണ്ട് ദാറ്റ് റിയാക്ട്സ് വിത്ത് ബിലിറൂബിൻ. അങ്ങനെയാണ് ഒരു ഡയാസോ റിയേജന്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അതിന്റെ കോമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കി വയ്ക്കാം. നെക്സ്റ്റ്, വാട്ട് ആർ ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് മാലോയ്-ഇവലിൻ മെത്തേഡ്? ഫോർ ഡയറക്റ്റ് ബിലിറൂബിൻ ടെസ്റ്റിനാണ് കോൺജുഗേറ്റഡ്, ഡയറക്റ്റ് അല്ലെങ്കിൽ കോൺജുഗേറ്റഡ് ബിലിറൂബിൻ which is water soluble and reacts directly with the diazo reagent. മറ്റേത് എന്താണ്? ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ അൺകോൺജുഗേറ്റഡ് എന്നുള്ളത് വാട്ടർ ഇൻസോല്യൂബിൾ ആണ്. ഇൻസോല്യൂബിൾ എന്ന് പറഞ്ഞാൽ ചെയ്യാത്തത്, സോല്യൂബിൾ ആവാത്തതാണ്. ഇവിടെ എന്താണ് നടക്കുന്നത്? കോൺജുഗേറ്റഡ് ബിലിറൂബിൻ ആണ് ഡയാസോ റിയേജന്റിനായിട്ട് റിയാക്ട് ചെയ്യുന്നത്. എന്നിട്ട് എന്തുണ്ടാവും? അസോബിലിറൂബിൻ ആൻഡ് റിസൾട്ട്സ് ഇൻ എ കളേർഡ് സൊല്യൂഷൻ. സോ ഇറ്റ് ഫോർ ടോട്ടൽ color solution ഉണ്ടാവും. Next, for total bilirubin ആണെങ്കിൽ unconjugated bilirubin is not readily soluble in the aqueous reaction mixture. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? Methanol is used to bring unconjugated bilirubin into this reaction. Thus total bilirubin നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? Unconjugated plus conjugated bilirubin വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. So and both react to form azobilirubin. For the original malloy-Evelyn procedure was specifically developed as a quantitative colorimetric diazo method
for direct and indirect bilirubin. So this method, so your procedure methanol is used to bring unconjugated bilirubin into the reaction. Next are the reagents used in malloequivalent method. ഏതൊക്കെയാണ്? Sulfanic acid, sodium nitrate, hydrochloric acid, methanol, bilirubin standard, and a distilled water. So these are the most important reagent to remember. Diazo agent for total bilirubin. Methanol എന്തിനാണ്? Indirect ആണല്ലേ? Next, these are the specimen for bilirubin estimation. So first is serum. To avoid hemolysis as much as possible, bilirubin is light sensitive and the specimen should be protected from direct light. And light can cause degradation of bilirubin and affect the result. അപ്പം ലൈറ്റ് ഒന്നും തട്ടാത്തൊരു രീതിയിൽ വേണം നമുക്ക് ഒരു എക്സ്പെരിമെന്റ് നടത്താനായിട്ട്. എന്താണ് അതിന്റെ പ്രൊസീജിയർ നോക്കാം. malloequivalent മെത്തേഡിന്റെ പ്രൊസീജിയർ. So first you need to understand the sequence rather than memorizing kit specific volumes. So direct bilirubin test ആണെങ്കിൽ take serum, add diazo reagent, allow the reaction to occur, colored azo bilirubin is formed. Okay, that's the result. അപ്പോൾ ആ ഒരു ഡയറക്റ്റ് കളർ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. And measure the color photometrically. ഇനി ടോട്ടൽ ബിലിറൂബിൻ ആണെങ്കിൽ ടേക്ക് സിറം, അതിലേക്ക് മെത്തനോൾ ആഡ് ചെയ്യാം. അപ്പം നമ്മൾ റീസൺ പറഞ്ഞു മെത്തനോൾ ആഡ് ചെയ്യുന്നതിന്റെ കാരണം ഇൻസോലുബിൾ ആയതുകൊണ്ടാണ് അൺകോൺജുഗേറ്റഡ് ബിലിറൂബിനെ കൊണ്ടുവരാനാണ്. എന്നിട്ട് ഡയോസോ റിയേജന്റ് ആഡ് ചെയ്യും. Then azo bilirubin is formed. And measure the color photometrically. So we'll be getting the total bilirubin. Then that is modified malloequivalent methods are still used in nucleotide. Okay. Yeah, we can ignore it. Next is colorimeter, spectrophotometer. The color produced is measured using colorimeter or spectrophotometer. ഞാൻ അതിന്റെ ഇമേജ് നേരത്തെ വീഡിയോസിൽ കൊടുത്തിരുന്നു. സോ അല്ലെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ആ ഒരു മെഷർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കുന്നത്. Next is the calculation of bilirubin. This is the common method, common equation. Next, നമ്മൾ പറഞ്ഞ കുറച്ച് ടേംസിൽ പറഞ്ഞിരുന്നു. Next, നേരത്തെ പറഞ്ഞ കുറച്ച് ടേംസ് ഉണ്ടായിരുന്നു. ALT, which is alanine aminotransferase, which is previously called SGPT, or serum glutamate pyruvate transaminase. Or ALT is an enzyme found particularly in liver cells. So, or liver injury ഉണ്ടായി കഴിഞ്ഞാൽ എന്തുണ്ടായിരിക്കും? This liver cell damage causes ALT to leak into the bloodstream. അപ്പോൾ ഈ ഒരു ALT ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വല്ല ഡാമേജ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. So ALT, that which we can analyze hepatocellular injury. For ALT is generally more liver specific than AST. Yeah. Next is AST, or aspartate aminotransferase, previously called SGOT, or serum glutamate oxaloacetate transaminase, where AST is present in liver, heart, skeletal muscle, other tissue. So for AST, elevation is not specific to the liver, where ALT more liver specific ആണ്. AST എന്ന് പറയുമ്പോൾ that is found in liver plus muscle, heart. ഇത്രയും കാര്യങ്ങൾ അവിടെ ഇൻവോൾവ് ആവുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞൊരു പാനൽ ഓഫ് സീരീസ് ഓഫ് ടെസ്റ്റ് ആണ്. ലിവറിനെ സ്പെസിഫിക് ആയിട്ട് അങ്ങനെ ഒരു ടെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനത്തെ കാരണങ്ങൾ കൊണ്ടും നമുക്ക് എന്തുണ്ടാവും? അപ്പോൾ ഒരു ഇഞ്ചുറി ഉണ്ടാവില്ല, ഹാർട്ട്, സ്കെൽറ്റൽ മസിൽ ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടാണ്. സോ ALT എന്ന് പറയുമ്പോൾ മോർ സ്പെസിഫിക് ടു ലിവർ. നെക്സ്റ്റ് ALP, or alkaline phosphatase. That's an enzyme found in several tissues, particularly liver, അല്ലെങ്കിൽ bile ducts, bone, placenta, intestine ഇവിടെയൊക്കെ കാണുന്നതാണ്. And in liver disease, ALP is particularly increased in cholestasis and biliary obstruction. ഈ ഒരു റീസണിൽ മാത്രമേ ALP particular ആയിട്ട് ഇൻക്രീസ് ആവുള്ളൂ. So ALP, cholestasis or obstruction ഉണ്ടാവുമ്പോഴാണ്. But remember, the ALP can also increase due to the bone disease and physiological conditions such as growth and pregnancy. ഈ ഒരു കണ്ടീഷനിൽ ഉണ്ടാവും. അപ്പോൾ പ്ലാസെന്റ ബോണ്ടും റിലേറ്റഡ് ആണ് ALP. Next ആണ് GGT, or gamma glutamyl transferase, or an enzyme associated with the hepatobiliary tissue. കൂടുതൽ കാണുന്ന cholestasis condition, hepatobiliary disease വരുമ്പോൾ alcohol related enzyme induction, certain drug effects. So ALP, GGT, that supports hepatobiliary origin of raised ALP. Next, അടുത്ത വരുന്നതാണ് ടോട്ടൽ പ്രോട്ടീൻ. ഇതൊരു ടോപ്പിക് ആണ്. ഇനി എന്താണ് പ്രോട്ടീൻ്റെ ടെസ്റ്റ് വരുന്നത്? സീറം ടോട്ടൽ പ്രോട്ടീൻ മെയിൻലി കൺസിസ്റ്റ് ഓഫ് ആൽബുമിൻ പ്ലസ് ഗ്ലോബുലിൻ. ആൽബുമിനും ഗ്ലോബുലാണ് നമ്മൾ മെയിനായിട്ട് ടെസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ന്യൂട്രീഷൻ സ്റ്റാറ്റസ് ഐഡന്റിഫൈ ചെയ്യാനും ലിവർ സിന്തറ്റിക് ഫംഗ്ഷൻ നോക്കാനും അതുപോലെ പ്രോട്ടീൻ ലോസ് ഉണ്ടോ എന്ന് അറിയാനും ആൻഡ് സർട്ടൻ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് നമുക്ക് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കൂടുതലും ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആൽബുമിനും ഗ്ലോബുലിനാണ് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ആൽബുമിൻ എന്തിനാണ്? That's a major plasma protein synthesized by the liver.
functions എന്തൊക്കെയാണ്? Maintaining oncotic pressure, transporting various substances such as hormones, fatty acids and drugs. And in chronic liver disease വരുമ്പോൾ albumin may decrease because of impaired synthesis, and albumin has a relatively long half-life. So it is more useful as an indicator of chronic rather than sudden liver dysfunction. Next, prothrombin time അല്ലെങ്കിൽ PT നേരത്തെ പറഞ്ഞിരുന്നു. Where the liver produces many clotting factors. So thrombin അല്ലെങ്കിൽ erythropoietin ഒക്കെ blood മുറിവുണ്ടാകുമ്പോൾ പോവാതിരിക്കാൻ വേണ്ടി സഹായിക്കുന്നത്. So reduced clotting factor synthesis or prolonged PT അല്ലെങ്കിൽ INR കിട്ടിക്കഴിഞ്ഞാൽ PT can also affected by vitamin K deficiency. So it is not exclusively a liver test taking. അപ്പോൾ അതൊക്കെ റിലേറ്റഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. Then LFT interpretation, these are the pattern and important test. ഒന്ന് ജസ്റ്റ് വായിക്കാൻ നമ്മൾ പറഞ്ഞതാണ്. Okay. So അടുത്താണ് ലിപ്പിഡ് പ്രൊഫൈൽ. എന്താണ് ഒരു ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ്? That's a group of blood tests used to measure important lipids and lipoproteins into the blood. It is mainly used for the assessment of dyslipidemia, then atherosclerotic cardiovascular risk, response to lipid lowering treatment. So why are the lipids transported in blood? Lipids such as cholesterol, triglycerides are poorly soluble in water. വെളിച്ചെണ്ണ വെള്ളത്തിൽ അലിയിക്കാൻ പറ്റില്ല, അങ്ങനെ ചിന്തിക്കാം. Where blood is an aqueous medium, therefore lipids are transported into blood as lipoproteins. ഇങ്ങനെ ഒരു രൂപത്തിലാണ് അവിടെ ട്രാൻസ്പോർട്ട് ആവുന്നത്. അത് നമുക്ക് മേജർ ലിപ്പോപ്രോട്ടീൻസ് ആരൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് chylomicrons, VLDL, IDL, LDL and HDL. ഒരു ലാബ് റിപ്പോർട്ടിലൊക്കെ നമുക്ക് കാണാൻ പറ്റും HDL കൂടി നിൽക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ. എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാം. So for routine lipid profile, the most important reported parameters are total cholesterol plus triglyceride plus HDL-C and LDL-C. VLDL-C may also be reported or calculated. So എന്താണ് ഒരു total cholesterol rate? Well, cholesterol is important lipid requirement for cell membranes, steroid hormone synthesis, bile acid synthesis, vitamin D synthesis. ഇതിനൊക്കെ നമുക്ക് കൊളസ്ട്രോൾ വേണം. ശരീരത്തിൽ എന്തും വേണം. അത് കൂടിക്കഴിഞ്ഞാൽ എക്സസ് ആകുമ്പോഴുള്ള ഒരു ഇഷ്യൂ സിറ്റുവേഷനാണ് നമുക്ക് പ്രശ്നം വരുന്നത്. എക്സസ് സർക്കുലേറ്റിംഗ് atherogenic cholesterol is associated with atherosclerotic cardiovascular disease. Okay, where HDL cholesterol എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ പറഞ്ഞു. വെള്ളത്തില് ബ്ലഡ് ഇസ് ഓൾസോ അക്വസ് സൊല്യൂഷൻ ആയി അതിൽ എങ്ങനെയാണ് പോകുന്നത്? സോല്യൂബിൾ ആയിരിക്കില്ല. അപ്പോൾ ഒരു ലിപ്പോപ്രോട്ടീൻ ആയിട്ടാണ് പോകുന്നത്. ഇതിൽ ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ആണ് നമ്മൾ HDL എന്ന് പറയുന്നത്. Where it participates in reverse cholesterol transport, carrying cholesterol from peripheral tissues towards the liver. It's commonly called good cholesterol. ചീത്ത കൊളസ്ട്രോൾ, നല്ല കൊളസ്ട്രോൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതാണ് ഇതിന്റെ പിന്നിലെ കാര്യം. But HDL is a lipoprotein, not a type of cholesterol itself. അടുത്താണ് LDL അല്ലെങ്കിൽ low density lipoprotein, where LDL transport cholesterol to peripheral tissues. ഇവിടെ ഒന്ന് അവിടെ നിന്ന് കളക്ട് ചെയ്ത് വരുന്ന ഒന്ന് അവിടേക്ക് പോകുന്നതാണ്. അത്രയുള്ള വ്യത്യാസം. സോ എക്സസ് LDL സ്ട്രോങ്ലി അസോസിയേറ്റഡ് വിത്ത് atherosclerosis. അപ്പം അതിനെയാണ് നമ്മൾ ബാഡ് കൊളസ്ട്രോൾ, ചീത്ത ആളാണെന്ന് പറയുന്നത്. നെക്സ്റ്റ്, ടെക്നിക്കലി ഇറ്റ് ഇസ് LDL containing cholesterol, not separate chemical type of cholesterol. അടുത്താണ് VLDL, വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. ഒന്ന് ലോ ഡെൻസിറ്റി, പിന്നെ വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, തെറ്റിപ്പോരുത്. which is produced mainly by the liver and transports endogenous triglycerides to tissues. Where VLDL is considered an atherogenic lipoprotein. ഈ atherosclerosis എന്നൊക്കെ പറയുന്നത് ഹാർട്ടിൽ വാൾസിൽ വന്ന് ഫാറ്റ് അടിയുന്നതാണ്. ആ ഒരു വാൾസിൽ ഫാറ്റ് വന്ന് അടിഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡിന് കറക്റ്റായിട്ട് ഫ്ലോ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ഹാർട്ടിൽ സ്റ്റണ്ട് ഇടാന്നൊക്കെ പറഞ്ഞിട്ടില്ലേ ബ്ലോക്ക് വരുന്നവർക്ക്, അന്ന് പറയുന്നത് അതിനൊക്കെ ഉള്ളിൽ ഒരു ബലൂൺ, ഒരു വീർപ്പിച്ചൊരു സ്റ്റീലിന്റെ ഇത് വെക്കും. അത് വെച്ചിട്ട് അങ്ങനെ വീർപ്പിക്കണം. അപ്പം ബ്ലഡ് ഫ്ലോ അവിടെ കറക്റ്റായിട്ട് പോകും. ഈ ഒരു ട്രൈഗ്ലിസറൈഡും കൊളസ്ട്രോൾ ഒക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഹാർട്ടിന്റെ അവിടെ വന്നിട്ട് ഈ ഫാറ്റൊക്കെ അടിഞ്ഞുകൂടും. വെസൽസിൽ ബ്ലഡ് മൂവ് ചെയ്യാൻ പറ്റാതെ ഭയങ്കര ഒരു തിങ്ക് ഓഫ് ഒരു ടാങ്കിൽ നിന്ന് ഒരു വലിയൊരു പൈപ്പിൽ കൂടെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഫ്ലോ ഉണ്ടായിരിക്കും. ഇനി ആ പൈപ്പിൽ വേസ്റ്റ് ഒക്കെ അടിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ പോകും. ആ ഒരു വ്യത്യാസം തന്നെയാണ് ഹാർട്ടിൽ വരുന്നത്. അപ്പൊ അതിനാണ് ഈ എതറോജനിക് എന്നൊക്കെ പറയുന്നത്, ഈ എതറോസ്ക്ലീറോസിസ് എന്നുള്ളൊരു കണ്ടീഷൻ. അടുത്തതാണ് ട്രൈഗ്ലിസറൈഡ്സ്. ദാറ്റ് ആർ ദ മേജർ ഫോം ഓഫ് സ്റ്റോർഡ് ഫാറ്റ് ഇൻ ദ ബോഡി. അതിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഗ്ലിസറോൾ, composed of glycerol plus 3 fatty acids. But very high triglycerides can be associated with increased risk of acute pancreatitis. ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റിൽ വരുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയാണ്?
മെയിൻ ലിപ്പിഡ് പ്രൊഫൈലിൽ വരുന്നതാണ് ടോട്ടൽ കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്, HDL, LDL, നല്ല കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോൾ, നേരത്തെ പറഞ്ഞു ഒരു ലാബ് റിപ്പോർട്ടിൽ ഇത്രയൊക്കെ കാണാം. അപ്പോൾ അതാണ് അതിന്റെ റീസൺ. നെക്സ്റ്റ് എന്തൊക്കെ വരാം? വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ കൊളസ്ട്രോൾ, ഇതൊക്കെയാണ് ലിപ്പിഡ് പ്രൊഫൈലിൽ വരുന്നത്. നെക്സ്റ്റ് ടോട്ടൽ cholesterol estimation. Okay, total cholesterol estimation. But the most important method to remember is CHOD PAP method. CHOD PAP method. Then, sorry, CHOD PAP stands for cholesterol hydrolase esterase, oxidase, and peroxidase. Three കാര്യങ്ങളാണ് അതിൽ വരുന്നത്. Phenol plus amino antipyrate. It's an enzymatic colorimetric method and is commonly used for total cholesterol estimation. Next, CHOD PAP method. This is one of the most important things to understand, where cholesterol in serum exists as free cholesterol, cholesterol esters. Where cholesterol esters must first be hydrolyzed. That's a step 1, hydrolysing the cholesterol ester. In a cholesterol esterase and down. In a free cholesterol plus fatty acid breakdown. Next, oxidation. Free cholesterol reacts with oxygen to form cholesterol. Then cholesterol oxidase. Then cholestanol plus hydrogen peroxide. So color formation of the hydrogen peroxide then participate in the peroxidase catalyzed reaction. Peroxidase, colored quinolinamide dye. The intensity of this color is directly proportional to the amount of cholesterol in the sample. So again, colorimetric use ചെയ്തിട്ടാണ് ചെയ്യുന്നത്. So why does a color develop? So more cholesterol ആണെങ്കിൽ more hydrogen peroxide are formed and more colored dye formed. That greater absorbance happens. So color intensity is directly proportional to cholesterol concentration. അങ്ങനെയാണ് ഒരു കളർ അവിടെ വരുന്നത്. Then CHOD PAP reagents ആരൊക്കെയാണ്? Cholesterol esterase, cholesterol oxidase, peroxidase, 4-amino antipyrate, phenolic compound or chromogen buffer. So the exact formulation differs among commercial reagent kits. Then specimen for cholesterol എന്തൊക്കെ വേണം? Serum or plasma വേണമല്ലേ? For lipid testing എന്തൊക്കെ വേണം? Specimen collection requirements depend on the test panel, laboratory protocol. Many laboratories use serum and fasting may be requested in particular circumstances, especially when triglycerides are important. Okay. Then what are the procedure of cholesterol estimation? Exact volumes and incubation conditions depend on the reagent kit. But the specific procedure is step 1 is to collect the appropriate blood specimen, then separate the serum plasma as required. Plan, standard, test. Then add cholesterol reagent. Then standard 2 and patient serum to test 2. Next, mix and incubate according to the manufacturer's instruction. A colored compound develops. After that, absorbance using a colorimeter spectrophotometer. So exact wavelength varies by region, commonly 500 nanometer. Next, then the procedure on this to like at the calculation of total cholesterol. Test absorbance 0.60, 0.50 standard absorbance. Standard concentration is 200, then 240. So the patient's total cholesterol is 240 and a normal. Then LDL calculation, lower angle, we have a method which is Friedewald formula. When applicable, all values are in mg or dl, where total cholesterol is 200, HDL 50, TG 150. So the traditional Friedewald calculation was important limitations. When triglycerides are very high, particularly greater than or equal to 400 angle, which will be difficult. Next is VLDL calculation. So the approximation is based on the traditional Friedewald approach and should not be used indiscriminately, especially when triglycerides are very high. So that also has some limitations. Then these are the important differences between these tests. So you can just read through. I already discussed it. These are the ones you can go through. Spelling method. So reaction. Okay.